എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ 11 മണി 12 മണിയാകുന്ന സമയം ലോകം മുഴുവനും ലൈറ്റണച്ചിട്ട് തെറ്റുകളിൽ വ്യാപൃതരാകുന്ന ഒരു സമയമാണ് ഡിസംബർ 31. അപ്പൊ ലോകം മുഴുവനും തെറ്റു ചെയ്യുന്ന സമയം. ഈ ഭൂമിയിൽ കുറച്ചു നന്മ ചെയ്യുന്നവരുണ്ടാകണം. ലോകം മുഴുവനും ലൈറ്റണച്ചിട്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ സദസ്സിലിരുന്നിട്ട് പടച്ചവനെ, മരിക്കുമ്പോൾ എനിക്ക് സ്വർഗം കണ്ടിട്ട് മരിക്കണം, അള്ളാഹിന്റെ റസൂലിന്റെ കൈ പിടിച്ച് എനിക്ക് സ്വർഗത്തിൽ നടക്കണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന് പടച്ചവനെ കേവലം ഒരു ബീജത്തുള്ളിയായ വാപ്പയുടെ നട്ടെല്ലിന്റെ ഭാഗത്തിരുന്ന നമ്മൾ ഉമ്മയുടെ ഗർഭാസത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ നിന്ന് പടച്ചവനെ 10 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്തേക്ക് കടന്നു വരികയാ. ഈ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്നു. പടച്ചവന് ഈ ദുനിയാവിന്റെ എല്ലാ അനുഭൂതികളും നമ്മൾ ആസ്വദിച്ചു കൊണ്ടുപോവുകയാണ്. അതാ പ്രായപൂർത്തിയാകുന്നത് വരെ ഒരു മനുഷ്യൻ എന്ത് നന്മ ചെയ്താലും പ്രായപൂർത്തിയാകുന്നത് വരെ ഒരു കുഞ്ഞ് എന്ത് നന്മ ചെയ്താലും അതിന്റെ പ്രതിഫലം അവരുടെ മാതാപിതാക്കൾക്കാണ്. അതുപോലെ ഒരു കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്താലും അതിന്റെ ശിക്ഷ മാതാപിതാക്കൾക്കാണ്. അങ്ങനെ പടച്ചവനെ ഒന്നും അറിയാത്ത ആ പ്രായത്തിൽ ഞാനും നിങ്ങളും ഇങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് പ്രായപൂർത്തിയാകുന്നത്. ചിന്തിക്കാനുള്ള കഴിവായി, സ്വന്തമായി പടച്ചവനെ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവായി, നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള പ്രായമായി. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാ, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ സാകിറാ വഇമ്മാ കഫൂറാ. നമുക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പോ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ചറബുണ്ടല്ലോ, അല്ലാഹു നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്, മോനെ നിനക്ക് ബുദ്ധിയുണ്ടല്ലോ, ചിന്തിക്കാൻ കഴിവുണ്ടല്ലോ, അതാ മോശമായതും നന്മയും തിരിച്ചറിയാനുള്ള പ്രായമായല്ലോ. അതുകൊണ്ട് മോനെ, ഈ കാണുന്ന വഴി സ്വർഗത്തിലേക്കുള്ള വഴിയാ. ഈ കാണുന്ന വഴിയുണ്ടല്ലോ, ഇത് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന പാതയാണ്. ഇതിലൂടെ നിനക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ, ഈ കാണുന്ന വഴിയിലൂടെ നീ സഞ്ചരിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് നിനക്ക് കടന്നു ചെല്ലാം. ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ വല്ലാത്ത കഷ്ടപ്പാടാണ്, വലിയ പ്രയാസമാണ്. നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാൻ പറ്റൂല, ഇഷ്ടമുള്ളത് തിന്നാൻ പറ്റൂല, ഇഷ്ടമുള്ളത് കുടിക്കാൻ പറ്റൂല, ഇഷ്ടമുള്ളത് പറയാൻ പറ്റൂല. അവിടുന്ന് പടച്ചവനെ ഒരുപാട് നിയമങ്ങളുണ്ട്. ഒരുപാട് പടച്ചവനെ കഷ്ടപ്പാടോടുകൂടി ജീവിച്ചാൽ ഇതിന്റെ പര്യവസാനം വിജയമാണ്. എന്നാൽ ഈ കാണുന്ന വഴിയുണ്ടല്ലോ, ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. ഈ കാണുന്ന വഴിയിലൂടെ പോയാ എന്തു വേണമെങ്കിലും തിന്നാം, എന്തു വേണമെങ്കിലും കുടിക്കാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം, നിന്നോട് ചോദിക്കാൻ ആരുമില്ല. പക്ഷേ ഇതിന്റെ അവസാനം നാശമാണ്, ഇതിന്റെ അവസാനം നരകമാണ്. അതുകൊണ്ട് ഇഷ്ടമുള്ള വഴി തിരഞ്ഞെടുക്കാൻ അല്ലാഹു നമുക്ക് അവസരം തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരായ പാതയിലൂടെ സഞ്ചരിക്കേണ്ടവരാ. ഓരോ ദിവസവും 17 പ്രാവശ്യം പറയാറുണ്ടല്ലോ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പടച്ചവനെ, എന്നെ നേരായ പാതയിലാക്കണേ തമ്പുരാന് എന്ന് ഞാനും നിങ്ങളും ദുആ ചെയ്യുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരായ പാതയിലൂടെ സഞ്ചരിക്കേണ്ടവരാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ നമുക്കൊരു വഴികാട്ടിയാണടോ. അതിനകത്ത് പടച്ചവനെ ഒരുപാട് ചരിത്രങ്ങൾ അല്ലാഹു പറയുകയാ. ഒരുപാട് ഗുണപാഠങ്ങളും നമ്മുടെ മുൻഗാമികൾക്കുണ്ടായ അനുഭവങ്ങളെ കുറിച്ച് ആ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നല്ലോ. 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ലോകത്തേക്ക് കടന്നു വന്നല്ലോ. അവരുടെ ചരിത്രങ്ങളൊക്കെ പറയുകയാണ്. അതുകൊണ്ട് നമ്മളുടെ മുൻഗാമികളുടെ പാതയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. നമ്മുടെ മുൻഗാമികൾ സഞ്ചരിച്ച വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്. അല്ലാഹു പരിശുദ്ധമായ ഖുർആൻ തന്നെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാ, സുമ്മ ഔഹൈനാ ഇലൈക അനിത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ വമാ കാന മിനൽ മുശ്രികീൻ.
അല്ലാഹുവിന്റെ പ്രവാചകനോടും അല്ലാഹു കൽപ്പിക്കുന്നത് പടച്ചവനെ മുൻഗാമികളുടെ പാത പിൻപറ്റുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നമ്മൾ നമ്മുടെ മുൻഗാമികളുടെ പാതയാണ് പിൻപറ്റേണ്ടത്. അവരെയാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. 114 സൂറത്തുകളില് പല അധ്യായത്തിന്റെയും പേര് നമുക്കെടുത്തു നോക്കാം. പടച്ചവനെ സൂറത്ത് യൂസുഫ്, സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് യൂനുസ്, സൂറത്ത് മറിയം, അല്ലാഹുവേ അധ്യായങ്ങളുടെ പേര് പോലും പടച്ചവനെ പ്രവാചകന്മാരുടെ പേരുകളാണ് അല്ലാഹു ഖുർആനിന്റെ അധ്യായങ്ങളുടെ പേരാക്കി പോലും വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ആ പ്രവാചകന്മാരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അവര് സഞ്ചരിച്ച വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മൾ എടുത്തു നോക്കിയാൽ അല്ലാഹു ഒരു മനോഹരമായ ചരിത്രം പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ ആ ചരിത്രത്തെ പരിചയപ്പെടുത്തത് അഹ്സനുൽ ഖസസ്, ഏറ്റവും നല്ല ചരിത്രമെന്ന് പരിചയപ്പെടുത്തിയ, ഏറ്റവും നല്ല ചരിത്രമെന്ന് പരിചയപ്പെടുത്തിയ ഒരു പ്രവാചകന്റെ ചരിത്രം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ കാണാം. ഏറ്റവും മനോഹരമായ ചരിത്രം ആരുടെ ചരിത്രമെന്നറിയുമോ? മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അഹ്സനുൽ ഖസസ്, ഏറ്റവും മനോഹരമായ ചരിത്രമാണ്. പടച്ചവനെ ആരാ ഇസ്ഹാഖ്, അതാ ആരാ യാക്കൂബ് നബി അലൈഹിസ്സലാം, ആരാ? പഠിക്കണേ ചെറുപ്പക്കാരാ, പെങ്ങളെ പഠിക്കണേ. അല്ലാഹുവിന്റെ ഖുർആൻ ആ പ്രവാചകന്റെ ചരിത്രം ഏറ്റവും നല്ല ചരിത്രമെന്നാണ് പരിചയപ്പെടുത്തിയത്. ആ പ്രവാചകന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. ആ പ്രവാചകന്റെ ക്വാളിറ്റി എന്തെന്നറിയോ? ആ പ്രവാചകന്റെ ക്വാളിറ്റി എന്തെന്നറിയോ? പടച്ചവനെ അവർ പ്രവാചകന്മാരുടെ പരമ്പരകളാ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമെടുത്ത് വായിക്ക്. അവിടുത്തെ പരമ്പര വല്ലാത്ത പ്രവാചകന്മാരുടെ പരമ്പരയാ. പടച്ചവനെ യാക്കൂബ് നബി അലൈഹിസ്സലാം, ആ യാക്കൂബ് നബിയുടെ പിതാവാണ്. പടച്ചവനെ നമ്മൾ എടുത്തു നോക്ക്. ആ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പിതാവാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ പിതാവാണ് പടച്ചവനെ അതാ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പിതാവാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പടച്ചവനെ മുകളിലേക്ക് നോക്കുമ്പോ പ്രവാചകന്മാരാണ്, താഴേക്ക് നോക്കുകയാണെങ്കിൽ പടച്ചവനെ യാക്കൂബ് നബിയുടെ മകനാട്. ലോകത്തിലെ ഏറ്റവും പടച്ചവനെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള റസൂലുള്ളാഹി തങ്ങളെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗ്ലാമർ കൂടിയ പ്രവാചകന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബിയുടെ പരമ്പരയിലാണ് പടച്ചവനെ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ. അവരുടെ പരമ്പര വല്ലാത്ത ഒരു പരമ്പരയാണ്. ഈ പ്രവാചകന്റെ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. ഏറ്റവും മനോഹരമായ ചരിത്രമെന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു യാക്കൂബ് നബിയുടെ ചരിത്രം പറഞ്ഞിട്ട് പറഞ്ഞു, ഏറ്റവും മനോഹരമായ ചരിത്രം യാക്കൂബ് നബിയുടെ ചരിത്രമാ. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കൂബ് നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, മഹാനായ യാക്കൂബ് നബിയുടെ ഭരണമല്ല ഞാൻ പറയുന്നത്, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ദഅവത്തിനെ കുറിച്ചല്ല പറയുന്നത്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, യാക്കൂബ് നബി അലൈഹിസ്സലാമിന് 12 മക്കൾ ഉണ്ടായിരുന്നു. 12 മക്കളുടെ വാപ്പയാണ് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം. ആ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ 12 മക്കളുള്ള പിതാവാണ് യാക്കൂബ് നബി. ആ യാക്കൂബ് നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഖുർആൻ പറഞ്ഞ ഏറ്റവും മനോഹരമായ മാതൃക പുരുഷനായ ഒരു പിതാവാണ് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പിതാവാണ് യാക്കൂബ് നബി.
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരു പിതാവ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പിതാക്കന്മാരാ. നമ്മൾ പഠിക്കണം എങ്ങനെയാണോ മക്കളെ വളർത്തേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് അള്ളാഹു നമുക്ക് അമാനത്തായി തന്നിരിക്കുന്ന ആ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണ്, ആ 12 മക്കളെ എങ്ങനെയാണ് യാക്കൂബ് നബി വളർത്തിയത്, എന്റെ പ്രിയപ്പെട്ടവരെ, ദീനീ ബോധമുള്ളവരാക്കിയത്, അവരെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയെടുത്തത്. ഒരു പിതാവെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണമെന്ന് യാക്കൂബ് നബിയുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ നമുക്ക് പഠിക്കാൻ കഴിയും. അള്ളാഹു നമുക്കത് പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു പിതാവ് എങ്ങനെയാണ് തൻ്റെ പ്രിയപ്പെട്ട മക്കളെ വളർത്തേണ്ടത് എന്ന് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരു പിതാവ് എങ്ങനെയാണ് തൻ്റെ മക്കളെ വളർത്തേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടുന്ന് തൻ്റെ പൊന്നാര മക്കളെ അവിടുന്ന് വളർത്തിയെടുത്തത് എങ്ങനെയാണെന്നറിയോ? തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത ഉപദേശം മുൻഗാമികൾ മുഴുവനും പറഞ്ഞ അതേ പാതയിലൂടെയാണ് സഞ്ചരിച്ചത്. യാക്കൂബ് നബി തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയോ? തൻ്റെ 11 മക്കളെയും വിളിച്ചിരുത്തിയിട്ട് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടുന്ന് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യം എന്താ? വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ആദ്യമായിട്ട് കൊടുത്ത വസിയ്യത്ത് എന്തെന്നറിയോ? അവിടുന്ന് തന്റെ മക്കളോട് വസിയ്യത്ത് ചെയ്യുകയാണ്. മക്കളെ, അല്ലാഹു തന്നിരിക്കുന്ന ഈ ആയുസ് വെറുതെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് തോന്നിയതുപോലെ ജീവിക്കാനുള്ളതല്ല. അല്ലാഹു തന്ന ആയുസുണ്ടല്ലോ, പടച്ചവനെ, അത് പടച്ചവന് വഴിപ്പെട്ട് ജീവിക്കാനുള്ളതാണ്. പരിശുദ്ധമായ ദീൻ മുറുകെ പിടിച്ചു വേണം ജീവിക്കാൻ, ആദർശം മുറുകെ പിടിച്ചു വേണം ജീവിക്കാൻ, മുസ്ലിമായിട്ട് വേണം ജീവിക്കാൻ. ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാ പടച്ചവനെ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരു വാപ്പ തന്റെ മക്കളോട് പറയുകയാണ്, ആദർശം മുറുകെ പിടിച്ചു വേണം ജീവിക്കാൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ അനുസരിച്ചിട്ട് വേണം ജീവിക്കാൻ. മക്കളെ, ലോകത്ത് നിന്ന് വിട പറയുമ്പോ മുസ്ലിമായിട്ട് വേണം മരിക്കാൻ, മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. ഒന്നാമത് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് ആദർശമാണ് പറഞ്ഞു കൊടുത്തത്. എന്നിട്ടോ അവസാനം വയസ്സാം കാലത്തും മരിക്കാൻ സമയമായപ്പോ മഹാനായ യാക്കൂബ് നബി തന്റെ മക്കളെ അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് തന്റെ മക്കളോട് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം ആ മരണത്തിന്റെ വേളയിലും ചോദിക്കുകയാ, മാ തഅബുദൂന മിൻ ബഅദീ, എന്റെ മരണത്തിന് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? അവിടുന്ന് മക്കൾ പറയുകയാണ്, ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക വ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ് വ നഹ്നു ലഹു മുസ്ലിമൂൻ. വാപ്പാ, നമ്മളുടെ മുൻഗാമികൾ ആരെയാണോ ആരാധിച്ചിരുന്നത് അതേ പാതയിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന് മഹാനായ യാക്കൂബ് നബിയുടെ മക്കൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒന്നാമത്തെ കടമ ആദർശമാണ്. പടച്ചവനെ, ഇന്ന് ആദർശം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. എല്ലാവർക്കും അവർക്ക് തോന്നുന്നത് പോലെയാണ്. അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി, അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പടച്ചവനെ പലരും ആദർശം മറന്നുകൊണ്ടിരിക്കുകയാണ്. വാപ്പാ, നിന്റെ കടമയാണ് നിന്റെ മക്കൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. നീയാണ് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത്. നീയാണ് നബിതങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. പടച്ചവനെ, ഇന്ന് കുടുംബങ്ങളിൽ ആദർശങ്ങൾ വ്യത്യസ്തമാണ്. വാപ്പ ഒരാദർശത്തിലാണ്, മക്കള് വേറെ ഒരാദർശത്തിലാണ്. ഒരു കുടുംബത്തിൽ പോലും പല പല ആദർശങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു കാലത്താണ് നമ്മൾ
നമ്മൾ ജീവിക്കുന്നത്. അവിടെ പോലും പല പല അഭിപ്രായങ്ങളാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദർശം ലഭിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അത് വല്ലാത്ത ഒരു ക്വാളിറ്റിയാണ്. ആദർശം ഉറച്ച ഒരു ആദർശം കിട്ടുക എന്ന് പറയുന്നത് അത് സാധാരണ ഒരു കാര്യമല്ല. അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. കേവലം പടച്ചവനെ ഉമ്മ പ്രസവിച്ചു, അതാ ഭാര്യ ഗർഭിണിയായി, പ്രസവം കഴിഞ്ഞു, ഇതാണ് നിന്റെ കുഞ്ഞെന്ന് വന്ന് കൊണ്ട് കാണിച്ച ഉടനെ മക്കളാകണമെന്നില്ല. പരിശുദ്ധമായ ദീൻ പറയുന്നത് ഒരു കുടുംബത്തിൽ പടച്ചവനെ നമ്മുടെ അഹിലുകാരാകണമെങ്കിൽ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുമല്ലോ. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുമല്ലോ. തന്റെ പ്രിയപ്പെട്ട പൊന്നുമകന് തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ മുങ്ങിച്ചാകുമ്പോ സഹിക്കാൻ കഴിയാതെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു പോയി, പടച്ചവനെ, ഇതെന്റെ മകനാണല്ലോ, എന്റെ അഹിലകാരനാണല്ലോ, എന്റെ മക്കളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. വലൈസ മിൻ അഹ്ലി. അത് വല്ലാത്ത ഒരു പ്രയോഗമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരു പിതാവ് തന്റെ മക്കൾക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആദർശത്തെ കുറിച്ചാ. അതാണ് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ആദർശത്തെ കുറിച്ചാണ്. അവരോട് പറഞ്ഞു കൊടുത്തു, ദീൻ മുറുകെ പിടിക്കണം, ദീൻ അനുസരിച്ച് വേണം ജീവിക്കേണ്ടത്. ആ ദീൻ അനുസരിച്ച് ജീവിച്ചാല് മുസ്ലിമായിട്ട് മരിക്കാൻ പറ്റൂ, മുസ്ലിമായിട്ട് മരിക്കാൻ പറ്റൂ. അത് വാപ്പമാര് തന്റെ മക്കളോട് വസിയ്യത്ത് ചെയ്തതാ. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളോട് വസിയ്യത്ത് ചെയ്തു, മക്കളെ, നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ജീവിക്കാൻ പറ്റൂല. ഒരു മതമുണ്ട്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ. ആ ദീൻ അനുസരിച്ച് വേണം നിങ്ങൾ ജീവിക്കാൻ. ആദർശത്തിൽ വെള്ളമൊന്നും ചേർക്കാൻ പറ്റൂല. അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഇബ്രാഹീമു ബനീഹി വയാക്കൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മക്കളോട് വസിയ്യത്ത് ചെയ്തു കൊടുത്തു, നിങ്ങൾ ദീൻ മുറുകെ പിടിക്കണം, ആദർശം നിങ്ങൾ മുറുകെ പിടിക്കണം, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല. എന്നിട്ടും മരണസമയത്ത് പ്രായമായ യാക്കൂബ് നബി തന്റെ 12 മക്കളെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? അപ്പം മക്കൾ പറഞ്ഞു കൊടുത്തു, വാപ്പ, നമ്മുടെ മുൻഗാമികൾ അതേ വഴി തന്നെയാണ് നിങ്ങളും ആരാധിക്കുന്നത്, അതേ പടച്ച റബ്ബിനെ തന്നെ ഞങ്ങൾ ആരാധിക്കും. അവിടെ നിന്ന് ഉപദേശം കൊടുത്തു. അവിടെ നിന്ന് പറഞ്ഞു, നഹ്നു മുസ്ലിമൂൻ, എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കൂബ് നബിയുടെ ചരിത്രം പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തെ കാര്യം തൻ്റെ മക്കൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമ്മുടെ കടമയാണ്. ഇന്നൊരു വീട്ടിൽ തന്നെ പല പല ആദർശമാണ്. ഭർത്താവിനൊരു ആദർശം, ഭാര്യയ്ക്കൊരു ആദർശം, മക്കൾക്കൊരു ആദർശം, എന്നിട്ട് എല്ലാം കൂടെ കിടന്ന് തമ്മിലിടിക്കുന്ന ഒരു കാലം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾ അഹ്ലി സുന്നത്തിന്റെ ആദർശത്തിൽ അള്ളാഹു മരിക്കുമ്പോളം അള്ളാഹു ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം രണ്ടാമതായിട്ട് അവിടെ നിന്ന് തന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തത് എന്താ? രണ്ടാമതായിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഒരു പിതാവ്, ആ പിതാവ് ആരാകണമെന്നറിയുമോ? ആ പിതാവ് ആരാകണമെന്നറിയുമോ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ 12 മക്കളിൽ 11ാമത്തെ മകനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. ആ യൂസുഫ് എന്ന് പറയുന്ന 11ാമത്തെ മകനുണ്ടല്ലോ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. إذ قال يوسف لأبيه يا أبت إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين. പടച്ചവനെ, 12 മക്കളുള്ള അതാ ഉമ്മത്തിന്റെ കാര്യങ്ങൾ ചെയ്യണ്ട ഒരു പ്രവാചകന്റെ അടുക്കൽ 11ാമത്തെ ചെറിയ മകനുണ്ടല്ലോ, യാക്കൂബ് നബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, വാപ്പാ, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു വാപ്പാ. ഒരു
ചെറിയ മകന് വാപ്പയുടെ അടുക്കൽ വന്ന് പറയുകയാ, വാപ്പാ ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു, സൂര്യനും ചന്ദ്രനും നക്ഷത്രമെല്ലാം എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ അവിടെ നിന്ന് സ്വപ്നം കണ്ടു എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് യൂസുഫ് എന്ന് പറയുന്ന മകൻ പറയുമ്പോ ഇവിടെ പഠിക്കേണ്ട ചില പാഠമുണ്ടോ. ഇന്നത്തെ വാപ്പമാര് പഠിക്കേണ്ട ഒരു ചരിത്രമുണ്ട്. ഇതാരോടാ പറയുന്നത്? ഒരു പ്രവാചകനോടാണ്. ഒരു ഉമ്മത്തിന്റെ വിഷയം മുഴുവനും അല്ലാഹു ചോദ്യം ചെയ്യുന്നത് പ്രവാചകനോടാണ്. പഠിച്ചവനെ, ആ പ്രവാചകന് ഉമ്മത്തിന്റെ കാര്യം നോക്കണം, സ്വന്തം കാര്യം നോക്കണം. 10 മക്കളെ കുറിച്ച്, അതാ മുകളിൽ 10 മക്കള്, ആ 10 മക്കളുടെയും കാര്യം അന്വേഷിക്കേണ്ട പ്രവാചകനാ. തന്റെ കുടുംബത്തിന്റെ കാര്യം അന്വേഷിക്കേണ്ട പ്രവാചകനാ. ആ പ്രവാചകനോടാണ് 11ാമത്തെ മകൻ വന്നിട്ട് ഉപ്പാനോട് പറയുന്ന, ഉപ്പാ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു വാപ്പാ. 12 മക്കളുള്ള യാക്കൂബ് നബിയുടെ 11ാമത്തെ മകൻ യൂസുഫ് നബി അലൈഹിസ്സലാം ഉപ്പാന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉപ്പാ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ഇത് നമ്മൾ വളരെ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. ഇടും ആ വാപ്പയും മകനും തമ്മിലുള്ള ഒരു ബന്ധം നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ആ 11ാമത്തെ ചെറിയ മകൻ രാത്രിയിൽ കണ്ട സ്വപ്നം പോലും യാക്കൂബ് നബിയോട് പറയുമ്പോ ആ മകൻ പറയുന്ന ആ ഒരു സ്വപ്നം, എന്താ മോനെ നീ കണ്ട സ്വപ്നം? വളരെ ആകാംക്ഷയോടുകൂടി ആ പിതാവിരുന്നിട്ട് തൻ്റെ പൊന്നാര മകൻ പറയുന്ന ആ സ്വപ്നത്തെക്കുറിച്ച് ആ കഥ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാ. ഒരു വാപ്പയും മകനും തമ്മിലുള്ള ബന്ധം ഇതാ. ഇന്നത്തെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മക്കൾ പറയുന്നത് കേൾക്കാനുള്ള മനസ്സുപോലും മാതാപിതാക്കൾക്കില്ല. ഇന്നത്തെ വാപ്പമാര് തിരക്കു പിടിച്ച ജീവിതത്തിന്റെ നെട്ടോട്ടത്തിലാ. തന്റെ മക്കൾക്ക് സംസാരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. നമ്മുടെ മക്കൾ, അതാ വാപ്പയും മക്കളും തമ്മിലൊരു ബന്ധമുണ്ട്. നമ്മളെക്കാളും വലിയ തിരക്കല്ലേ ഒരു ഉമ്മത്തിന്റെ നേതൃത്വം. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരു പ്രവാചകനാ. ആ പ്രവാചകൻ ജനങ്ങളുടെ കാര്യം നോക്കണം. അതിനപ്പുറം തന്റെ മക്കളുണ്ട്, വേറെ 10 മുകളിൽ. ആ 10 വിഷയങ്ങളിൽ ഇടപെടണം. അവർ പറയുന്ന കാര്യം കേൾക്കണം, മറ്റുള്ളവരുടെ കാര്യം നോക്കണം, കുടുംബത്തിന്റെ കാര്യം നോക്കണം. ഈ തിരക്കുകളുടെ ഇടയിൽ തന്റെ മകൻ വന്നിട്ട് വാപ്പാനോട് പറയുന്നു, ഉപ്പച്ചി ഞാൻ സ്വപ്നം കണ്ടു. വാപ്പ ഇങ്ങനെ ഇരുന്നിട്ട് ചോദിക്കുക, എന്താ മോനെ നീ കണ്ട സ്വപ്നം? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വാപ്പയും മകനും എങ്ങനെയാകണം? ഇതാണ് സ്നേഹബന്ധം. ഇന്നത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ പരാതി, വാപ്പ മിണ്ടുന്നില്ല. നമ്മുടെ മക്കൾ കള്ളും കഞ്ചാവും മയക്കുമരുന്നും അല്ലെങ്കിൽ മോശമായ കൂട്ടുകെട്ടിലേക്ക് പോകുമ്പോൾ ഒരു വാപ്പ ആത്മാർത്ഥമായി ചിന്തിക്ക്. നമ്മളിൽ അധികം വാപ്പമാരും മക്കളോട് സംസാരിക്കാറില്ല, പ്രത്യേകിച്ച് ആൺകുട്ടികളോട് സംസാരിക്കാറില്ല. എത്രയോ കാലമായി വാപ്പയൊന്ന് മിണ്ടിയിട്ട് ഒന്ന് സ്നേഹം പ്രകടിപ്പിക്കുക പോലുമില്ല. എന്തോ വലിയ കാട്ടുജാതിയെ പോലെ എന്തോ ഇങ്ങനെ കാണാൻ വല്ലാത്ത വാശിയാ. മക്കളുടെ മുമ്പിൽ എല്ലാരും പറയും സ്നേഹമുണ്ടെന്ന്. പക്ഷെ സ്നേഹം ഉള്ളിൽ കൊണ്ട് നടക്കാനുള്ളതല്ല. അത് നാട്ടുകാരോടല്ല, സ്വന്തം മക്കളുടെ മുമ്പിൽ ആ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ആ മക്കളുടെ വിശേഷം എന്താ, അവന്റെ പ്രശ്നങ്ങൾ എന്താ, അവന്റെ പ്രയാസങ്ങൾ എന്താ, അവന് പറയാനുള്ളത് എന്താ, ഇതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വാപ്പയ്ക്ക് കഴിയണം. അല്ലാതെ ഇങ്ങനെ ഓടിയിട്ട് കാര്യമൊന്നുമില്ല. യാക്കൂബ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മകൻ പറഞ്ഞു കൊടുത്ത വാർത്തകൾ ഇങ്ങനെ കേൾക്കുകയാ. അതെല്ലാം വളരെ ക്ഷമയോടുകൂടി കേട്ടു. ഇതെല്ലാം കേട്ടതിന് ശേഷം ഒരു വാപ്പ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറയാ, ആ വാപ്പ തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുത്ത മറുപടി അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല യാ ബുനയ്യ ലാ തഖ്സുസ് റുഅയാക അലാ ഇഖ്വതിക. തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുത്തു, മോനെ നീ ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നം കണ്ടത് എന്റെ അടുക്കൽ പറഞ്ഞതിരിക്കട്ടെ, നീ നിന്റെ സഹോദരങ്ങളോട് പറയാൻ പാടില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞു വരുന്നത് എന്ന്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം ചെറിയ മകനായ യൂസുഫ് എന്ന് പറയുന്ന പൊന്നുമകൻ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ വാപ്പ തന്റെ മകനോട് പറഞ്ഞു കൊടുത്തു, ഇത് നാട്ടുകാരോട് പറയരുതെന്നല്ല പറഞ്ഞേ, നീ മറ്റുള്ളവരോട് പറയരുതെന്നല്ല പറഞ്ഞത്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടെ നിന്നതാ തന്റെ പൊന്നാര മകനോട് പറയുകയാ, മോനെ നീ നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ ഇത് പറയാൻ പാടില്ല. നിന്റെ കൂടപ്പിറപ്പുകളോട് പോയിട്ട് നീ ഇത് പറയാൻ പാടില്ല. കാരണം പറഞ്ഞവനെ അത് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഫയകീദു ലക കൈദൻ ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. നിങ്ങൾ
മക്കൾക്കിടയിൽ ശത്രുതയുണ്ടാകാൻ അതൊരു കാരണമാകാം. അതുകൊണ്ട് മോനെ, നീ നിന്റെ കൂടപ്പിറപ്പിനോട് പറയാൻ പാടില്ല. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്നറിയോ? മക്കൾക്കിടയിൽ പടച്ചവനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയുണ്ടാകാം. പലതും ഇന്ന കാലം അങ്ങനെയാണല്ലോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയുണ്ടാകാൻ അത് കാരണമാകാം. അതുകൊണ്ട് പടച്ചവനെ നീ പറയരുത് എന്ന് വാപ്പ തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുക്കുകയാ. എന്നാൽ ഈ കാലഘട്ടം ഒന്ന് ചിന്തിച്ചു നോക്കടോ. ഇന്ന് പടച്ചവനെ എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. വാപ്പയ്ക്ക് ഒരു മകനോട് മാത്രം വല്ലാത്ത സ്നേഹമാണ്, ഉമ്മയ്ക്ക് ഏറ്റവും ചെറിയ മകനോട് മാത്രം വല്ലാത്ത സ്നേഹമാണ്, ചിലർക്ക് പെൺമക്കളോട് മാത്രം വല്ലാത്ത ഇഷ്ടമാണ്, ചിലർക്ക് ആൺമക്കളോട് വല്ലാത്ത ഇഷ്ടമാണ്, 5 മക്കളുണ്ടെങ്കിൽ ഒരാളോട് മാത്രം വല്ലാത്ത സ്നേഹമാണ്. മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുക, ഒരിക്കലും അത് കാണിക്കാൻ പാടില്ല. മക്കൾക്കിടയിൽ ഒരിക്കലും വേർതിരിവ് കാണിക്കാൻ പാടില്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു പിതാവിരിക്കുകയാണ്. നബി തങ്ങളുടെ മുമ്പിൽ ഒരു പിതാവിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ആൺകുട്ടി ഓടി വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇരിക്കുന്ന സ്വഹാബിയുടെ അടുക്കലേക്ക് ഒരു ചെറിയ ആൺകുട്ടി ഓടി വരികയാണ്. പടച്ചവനെ, ഉപ്പാന്റെ ചാരത്ത് വന്നപ്പോ പിതാവ് അവിടെ നിന്ന് നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുകയാണ്. എന്നിട്ട് തന്റെ പൊന്നാര മകനെ പിടിച്ച് മടിയിലിരുത്തുകയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ പൊന്നുമോനാണ് നബിയേ, എന്റെ പൊന്നുമോനാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. പടച്ചവനെ, ആ പൊന്നുമകൻ ഇറങ്ങിപ്പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോ ഒരു പെൺകുട്ടി കേറി വരികയാ. ഒരു ചെറിയ പെൺകുട്ടി കയറി വരികയാണ്. വാപ്പാന്റെ അടുക്കലേക്ക് കടന്നു വന്നു. തന്റെ പൊന്നാര മകൾ അടുത്തു വന്നപ്പോ ആ പിതാവ് നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുത്തു. എന്നിട്ട് ആ കുഞ്ഞിനെ പിടിച്ച് തറയിലിരുത്തുകയാണ്. ഇത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ചുമന്നു. പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം അവിടെന്ന് ചുമക്കുകയാ. നബി തങ്ങൾ അവിടെന്ന് പറയുകയാ, നിങ്ങൾ നീതി കാണിച്ചില്ല, നിങ്ങൾ നീതി കാണിച്ചില്ല. യാ റസൂലല്ലാഹ്, എന്തേ നബിയേ, ഞാൻ നീതി കാണിച്ചില്ലെന്ന് പറയുന്നല്ലോ, എന്താണെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആദ്യം നിങ്ങളുടെ ആൺകുട്ടി കടന്നു വന്നപ്പോ അവന് നിങ്ങളെ ചുംബനം കൊടുത്തു, അവനെ നിങ്ങൾ മടിയിലിരുത്തി. രണ്ടാമത് പെൺകുട്ടി കടന്നു വന്നപ്പോ അതിന് നിങ്ങൾ ചുംബനം കൊടുത്തു, അതിനെ മടിയിലിരുത്തിയില്ല, താഴെ ഇരുത്തി. അത് ശരിയായില്ല, അത് നീതിയല്ലെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഓരോരുത്തരും സ്വന്തം ജീവിതം ഒന്ന് തെരഞ്ഞു നോക്ക്. തന്റെ ഒരു കുട്ടിയെ മടിയിലിരുത്തി, ഒരു കുട്ടിയെ താഴെ ഇരുത്തി, അത് ശരിയായില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളുടെ ഇടയിൽ വേർതിരിവ് കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചില മക്കളോട് വല്ലാത്ത സ്നേഹമാണ്. സ്വത്ത് എഴുതി കൊടുക്കുന്നവരുണ്ട്, സ്വർണം ഊരി കൊടുക്കുന്നവരുണ്ട്, കുടുംബ വീട് എഴുതി കൊടുക്കുന്നവരുണ്ട്. മക്കളിൽ ഒരാൾക്ക് എല്ലാം എഴുതി കൊടുക്കുന്നു, മറ്റുള്ളവനെ ഉപദേശിക്കുന്നു. ഒരിക്കലും അത് ശരിയായ കാര്യമല്ല. അത് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്ക്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മഹാനായ നുഅ്മാൻ ഇബ്നു ബസീർ കടന്നു വരികയാണ്. ബസീർ എന്ന് പറയുന്ന പിതാവുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാ. സ്വന്തം മക്കളിൽ ഒരാൾക്ക് വസ്തു എഴുതി കൊടുക്കുന്ന ഉമ്മമാര്, സ്വതാ 4 മക്കളുണ്ടെങ്കിൽ ഒരുത്തിക്ക് മാത്രം കൂടുതൽ കൊടുക്കുന്ന ഉമ്മ, കുടുംബ വീട് എഴുതി കൊടുക്കുന്ന വാപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ നുഅ്മാൻ ഇബ്നു ബസീർ എന്ന് പറയുന്ന സ്വഹാബി കടന്നു വരികയാ. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നുഅ്മാൻ എന്ന്
പറയുന്ന മകനുണ്ടല്ലോ, അവൻ ഇൽമു പഠിക്കുന്നവനാണ്, എപ്പോഴും നബി തങ്ങളെ അങ്ങയുടെ മജ്‌ലിസുകളിൽ കടന്നു വരുന്നവനാണ്, അവന് ദീനിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവനാണ്, അവൻ ദീനുമായി സമയം ചെലവഴിക്കുന്നവനാണ്, അവൻ മറ്റുള്ള കാര്യങ്ങൾ ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് അവന് ബന്ധപ്പെടാറില്ല. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, എന്റെ സ്ഥലം എന്റെ മകന് ഞാൻ എഴുതി കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു നബിയേ. ബഷീർ എന്ന് പറയുന്ന പിതാവ് പറയുകയാണ്, എന്റെ മക്കളിൽ നുഅ്മാനിനോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. അവൻ ഇൽമു പഠിക്കുന്നവനാണ്, ഇൽമുമായി ബന്ധപ്പെടുന്നവനാണ്, ദുനിയാവും ബിസിനസ്സും ഒന്നുമില്ലാത്തവനാണ്. അതുകൊണ്ട് ഞാൻ അല്പം സ്ഥലം കൂടുതൽ അവന് കൊടുക്കാം, എന്റെ വസ്തു ഞാൻ അവൻ എഴുതി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നബി തങ്ങളോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, നുഅ്മാൻ ഇബ്നു ബശീർ, നീ രോഗിയാകുമ്പോ നുഅ്മാൻ മാത്രം വന്നാ മതിയോ? നീ മരിച്ചാ നുഅ്മാൻ മാത്രം വന്നാ മതിയോ? നിന്റെ മയ്യത്ത് കൊളുപ്പിക്കാൻ നുഅ്മാൻ മാത്രം വന്നാ മതിയോ? പടച്ചവനെ, നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ശരിയാകില്ല, മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല, ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും തുല്യമായിട്ട് നീതി പാലിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മകൻ വന്നിട്ടൊരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞപ്പോ വാപ്പ പറഞ്ഞു, കൂടപ്പറപ്പിനോട് പറയരുത്, കാരണം അതറിഞ്ഞു കഴിഞ്ഞാൽ ആ മക്കൾക്കിടയിൽ ശത്രുതയുണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പറയണ്ട എന്ന് പറയുകയാ. അത്രത്തോളം ഒരു പിതാവ് പടച്ചവനെ അവിടെ നിന്ന് സൂക്ഷ്മത പുലർത്തുകയാണ്. പെങ്ങളെ, മക്കളെ മാനസികമായി തകർക്കുന്ന മാതാപിതാക്കളുണ്ട്. വഴിതെറ്റിപ്പോയെന്ന് പറഞ്ഞാ പോരാ, അവൻ ബുദ്ധിയില്ലാത്തവനാണെന്ന് പറഞ്ഞാ പോരാ. പ്രിയപ്പെട്ടവരെ, വാപ്പ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നീ നിന്റെ കാക്കാനെ കണ്ടുപഠിക്കടാ, നീ നിന്റെ ജ്യേഷ്ഠനെ കണ്ടുപഠിക്കടാ, അവൻ ബുദ്ധിയുള്ളവനാണ്, അവൻ നല്ല പഠിച്ചു, നല്ല ജോലിയായി, നല്ല ശമ്പളം വാങ്ങുന്നു, നല്ല ഒരു സ്ഥാനത്താണ്. നീ ഇങ്ങനെയായി പോയല്ലോ, നീ അനുജനെ കണ്ടുപഠിക്ക്, നീ അവളെ കണ്ടുപഠിക്ക്, അയൽവാസികളുടെ മകളെ കണ്ടുപഠിക്ക്. ഇങ്ങനെ മക്കളോട് പറയുന്ന മാതാപിതാക്കള്, അതിലൂടെ നിന്റെ മക്കള് രക്ഷപ്പെടുകയല്ല, അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് വാശി കടന്നു വരികയാണ്, ദേഷ്യം കടന്നു വരികയാണ്. ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരെ നോക്കി പറയരുത്. മാതാപിതാക്കൾ പറയും, വാപ്പ പറയും, നിന്റെ ജ്യേഷ്ഠനെ കണ്ടോടാ, അവൻ നല്ല പഠിച്ചു, നല്ല ജോലിയായി, നല്ല ശമ്പളം വാങ്ങുന്നു, നല്ല കുടുംബമായി, നീ ഇങ്ങനെ നടക്കുന്നല്ലോടാ, നിന്റെ അനിയനെ നോക്ക്, നിന്റെ അനിയനെ നോക്ക്, നിന്റെ അയൽവാസിയെ നോക്ക്. മാനസികമായിട്ട് ആ കുട്ടികളെ തകർക്കുകയാ. ഇങ്ങനെ പറയുന്നത് കൊണ്ടുള്ള നേട്ടം, ശത്രുതയുണ്ടാകും മക്കൾക്കിടയിൽ, മക്കൾക്കിടയിൽ ശത്രുതയുണ്ടാകും. യാക്കൂബ് നബി തന്റെ മകൻ കണ്ട സ്വപ്നം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ശനിക്ക് സുജൂദ് ചെയ്യുന്നു എന്ന് തന്റെ കൂടപ്പിറപ്പിനോട് പറഞ്ഞാൽ അവർക്കിടയിൽ ശത്രുതയുണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പറയരുത്, മറച്ചു വെച്ചു. അത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് യാക്കൂബ് നബി മക്കളെ വളർത്തിയത്. എന്നിട്ട് പോലും എൻ്റെ പ്രിയപ്പെട്ടവർ, എപ്പോഴും നമ്മൾ പറയും, അവനെ കണ്ടുപഠിക്കുക, ഇവനെ കണ്ടുപഠിക്കുക, അവളെ നോക്കുക, അങ്ങനെ നോക്ക്, ഇങ്ങനെ നോക്ക്. ഇങ്ങനെയല്ല മക്കളെ സ്നേഹിക്കേണ്ടത്. അള്ളാഹു സ്നേഹിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു മക്കളെ മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഏറ്റവും നല്ലവനെ നന്നാക്കുമ്പോഴല്ല, ഏറ്റവും മോശമായവനെ നന്നാക്കുമ്പോഴാ വാപ്പയാകുന്നത്. എഴുതി തള്ളലല്ലടോ, കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളലല്ല. എടാ, ഈ നല്ലവനെ നന്നാക്കാൻ ഒരുപാട് കഷ്ടപ്പെടണ്ട. ഈ ഏറ്റവും മോശമായവനെയാണ് നമ്മൾ നന്നാക്കിയെടുക്കേണ്ടത്. അവനെയാണ് ശ്രദ്ധിക്കേണ്ടത്, അവനെയാണ് പരിഗണിക്കേണ്ടത്. മൂത്തവൻ കൊള്ളത്തിൽ എന്ന് പറഞ്ഞ് അവൻ എഴുതി അങ്ങ് തള്ളും, പിന്നെ അവൻ തലതിരിഞ്ഞു പോകും. കള്ളുകുടിക്കനും കഞ്ചാവും കൊട്ടേഷൻ സംഘവുമായിട്ട് അവൻ നടക്കും. അവനെ നശിപ്പിക്കുന്നത് നമ്മൾ തന്നെയാ. അതുകൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുന്നു, തന്റെ പൊന്നാര മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കാത്ത രീതിയിൽ എല്ലാവരെയും നല്ല രീതിയിൽ വളർത്തി. അങ്ങനെ വളർത്തണം, ഒരു വാപ്പ അങ്ങനെ ആയിരിക്കണമെന്ന് യാക്കൂബ് നബിയുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാ. അള്ളാഹു നമ്മുടെ മക്കളോട് നീതി പുലർത്താൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നീതി പുലർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ അങ്ങോട്ട് കൂടുതൽ കൊടുത്തു, അവന് കൂടുതൽ കൊടുത്തു, വീട് വിഹിതം വെച്ചപ്പോൾ അവന് ഇത്തിരി കൂടുതൽ, അങ്ങനല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരോടും നീതി പുലർത്താൻ നമ്മളെ കൊണ്ട് കഴിയണം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തരുമാറാകട്ടെ. ഈ അടുത്ത സമയത്ത് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പട്ടാമ്പി ഭാഗത്തെങ്ങാണ്ടോ ഒരു സഹോദരൻ തൻ്റെ അനിയനെ കല്ല് തലക്കിടിച്ചു കൊന്നു. എന്തേ കാരണം? എന്നെക്കാളും സ്നേഹം അവനോട്, എന്നെക്കാളും സ്നേഹം അവനോട്.
എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളെ കിട്ടുമ്പോൾ മൂത്തവനെ കളയും. ഏതു മാതാവും പിതാവും ചിന്തിക്കേണ്ടത് എല്ലാവർക്കും ഏറ്റവും ഇളയ മകനോട് വല്ലാത്ത സ്നേഹമാണ്. ഏറ്റവും ഇളയ മകനോട് വല്ലാത്ത സ്നേഹമാണ്. സത്യത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്ത്? അള്ളാഹു നമുക്ക് ആദ്യം തന്നത് ഒന്നാമത്തെ മോനെയല്ലേ, അല്ലെങ്കിൽ ഒന്നാമത്തെ മോളെയല്ലേ? അവനെയല്ലേ അള്ളാഹ് ആദ്യം തന്നേ. അവനൊരു പ്രത്യേക സ്നേഹമുണ്ടാകണം. എല്ലാവരും ഏറ്റവും, എൻ്റെ വീട്ടിൽ തന്നെ ഞാനാണ് ഏറ്റവും ഇളയത്. എൻ്റെ ഉമ്മായിക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹമാണ്, എപ്പോഴും പറയാറുണ്ട്. ഇവിടെ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് അള്ളാഹു തന്നത് ആദ്യം തന്ന നമ്മുടെ മകൻ മകൾ, അവരെ നമ്മൾ പ്രത്യേകം പരിഗണിക്കണം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ, കാരണം ഇന്നത്തെ മക്കളുടെ ജീവിതം വളരെ മോശമായ ജീവിതം. നമ്മൾക്ക് തന്നെ പേടി, കൊലപാതകങ്ങൾ വല്ലാതെ വർദ്ധിക്കുന്ന, ഉമ്മമാരെ തല്ലിക്കൊല്ലുന്ന മക്കളുടെ കാലം. അള്ളാഹുവേ, അള്ളാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരും എഴുന്നേറ്റ് ഓടണ്ട. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എന്തിനാണ് വരുന്നതെന്നറിയോ? 150ഓളം വരുന്ന യതീമായ മക്കൾക്ക് വേണ്ടിയാ. പടച്ചവനെ, യതീമായ മക്കൾ ആരുമില്ലടോ ആ പാവങ്ങൾക്ക്. ആ പാവങ്ങളായ യതീമായ 150 മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഡിസംബർ 31 പാതിരാത്രിയിൽ സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. വെറുതെയാകില്ല, നഷ്ടമാകില്ല. നബി തങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ? അസ്വദഖത്തു റദ്ദുൽ ബലാ. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. എന്തെല്ലാം രോഗങ്ങളാണ്, എന്തെല്ലാം രോഗങ്ങളാണ്. ഇന്നലെ പടച്ചവനെ, ഒരു ചെറിയ മകനുമായിട്ടൊരു പിതാവിന്റെ അടുക്കൽ വന്നു. ഉസ്താദേ, എന്റെ മകന് ക്യാൻസർ ആയിരുന്നു. അല്ലാഹുവേ, ഒരുപാട് ചികിത്സ നടത്തി, ചെറിയ മാറ്റമുണ്ട്. എന്റെ പൊന്നുമോന് ചെറിയ മാറ്റമുണ്ട്. അല്ലാഹുവേ, ഞാൻ അവൻ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അവനോട് ചോദിക്കുമ്പോ അവന്റെ മുഖത്ത് വല്ലാത്ത സങ്കടമാ. അപ്പോൾ ഉപ്പ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഇവൻ മൂത്രമൊഴിക്കുമ്പോ പടച്ചവനെ, അതിനകത്തുകൂടെ എന്തോ ഇങ്ങനെ പോവുകയാണ്. ശരീരത്തിൽ ഇരിക്കേണ്ട എന്തോ ഇങ്ങനെ പോകുന്നത് കാരണം വല്ലാത്ത പ്രയാസമാണ്. അല്ലാഹുവേ, എന്റെ പൊന്നുമോനൊരു ടെസ്റ്റ് പറഞ്ഞു. ഉസ്താദ്, എന്താ ടെസ്റ്റ് എന്നറിയോ? ആ പൊന്നുമകന്റെ മൂത്രനാളത്തിനകത്തുകൂടെ ഇങ്ങനെ പൈപ്പ് കുത്തിക്കേറ്റിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഉസ്താദേ. അത് മയക്കിയിട്ടല്ല, 3-4 പേര് കയ്യും കാലും പിടിച്ചിട്ടാണ് എന്റെ പൊന്നുമോനെ അത് ചെയ്തത്. വല്ലാത്ത വേദനയാ സഹോദരാ. അല്ലാഹുവേ, ആ പൊന്നുമോന് നീ ശിഫ കൊടുക്കണേ അല്ലാ. ഇതുപോലെ ഒരുപാട് രോഗങ്ങൾ കേൾക്കുന്നവരാണ്. പെങ്ങളെ, നിന്റെ കുടുംബത്തിൽ ഒരാൾക്ക് ക്യാൻസർ ഇല്ല, അല്ലെങ്കിൽ കിഡ്നി രോഗികളില്ല, അല്ലെങ്കിൽ കരൾ രോഗം പിടിച്ചവരില്ല, അല്ലെങ്കിൽ സ്റ്റോക്ക് പിടിച്ച് കിടക്കുന്നവരില്ല. പടച്ചവനെ, രോഗങ്ങൾ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാന്റെ റസൂല് പറയുകയാ, അസ്സദഖത്തു റദ്ദുൽ ബലാ, അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, അല്ലാഹുവേ, യതീമായ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഇത് ഏത് ദിവസമെന്നറിയുമോ? ഈ രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയോ? നബി തങ്ങൾ പറഞ്ഞു, റജബുൻ ശഹറുല്ലാഹ്. അല്ലാഹുവിന്റെ മാസമാണ് റജബ്. അല്ലാഹുവിന്റെ മാസമാണ് റജബ്. ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാണ് റജബ്. അല്ലാഹുവേ, യതീമായ മക്കൾക്ക് വേണ്ടി സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ, ഒന്ന് തലയുടെ മുകളിൽ നോക്ക്, ഒന്ന് തലയുടെ മുകളിൽ നോക്ക്. ഒരു മലക്ക് നിൽക്കുകയാ, ഒരു മലക്ക് നിൽക്കുകയാ. എന്തിനാണ് നിൽക്കുന്നതെന്നറിയോ? അല്ലാഹു തന്ന സമ്പത്തിൽ നിന്നൊരൽപ്പം നീ ആ ബക്കറ്റിന്റെ അകത്തിട്ടാ മലക്ക് റബ്ബിനോട് പറയുന്നു, നാദാ, നീ കൊടുത്തതിൽ പങ്കിവൻ കൊടുത്തു തമ്പുരാന്, നീ കൊടുത്തതിൽ പങ്കിവൻ കൊടുത്തു പടച്ചവര്. ഇവന് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ദുആ ചെയ്യുന്ന താലിമല്ല, പണ്ഡിതനല്ല, ഹാഫിളല്ല, തങ്ങളല്ല, നബിയല്ല. ആരാ ദുആ ചെയ്യുന്നതെന്നറിയോ? ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത, ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ
പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ അല്ലാഹുവിന്റെ മലക്ക് നിന്റെ തലയുടെ മുകളിൽ നിൽക്കുന്ന വാപ്പാ, അത് ദുആയിക്ക് ഉത്തരമുള്ള ആ ദുആയിക്ക് ഉത്തരമുണ്ട്. എന്നാൽ യതീമായ മക്കൾക്ക് വേണ്ടി നിന്റെ മുമ്പിൽ വരുമ്പോ ഉറക്കം നടിക്കല്ലേ, കണ്ടില്ലെന്നു നടിക്കല്ലേ. ആ മലക്ക് ദുആ ചെയ്യുകയാ, ഉണ്ടായിട്ട് കൊടുക്കുന്നില്ല അല്ലാ, നീ കൊടുത്ത സമ്പത്ത് പിടിച്ചു വെച്ചിരിക്കുന്നു അല്ലാ, അതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ. അത് വല്ലാത്ത ഒരു ദുആയാടോ. അതുകൊണ്ട് പടച്ചവന് റജബിന്റെ രാത്രിയിൽ ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസത്തിൽ യതീമായ മക്കൾക്ക് വേണ്ടി ഉള്ളതിൽ നല്ലത് കൊടുക്ക്, ഉള്ളതിൽ നല്ലത് കൊടുക്ക് മോനെ. അപകടങ്ങളും ദുരന്തങ്ങളും മാരകമായ രോഗങ്ങളും എല്ലാം തട്ടിമാറ്റാൻ സദക്കയ്ക്ക് പവറുണ്ട്. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്ക്. അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നുണ്ടോ റബ്ബേ, കൈവിടല്ലേ അല്ലാ, കൈവിടല്ലേ അല്ലാ. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഈ സദക്ക കൊടുക്കുന്നവരുടെ ശരീരത്തിലുണ്ടോ, അറുത്തു മുറിക്കല്ലേ അല്ലാ, പനിയാക്കി മാറ്റണേ അല്ലാ, കരിച്ചു കളയണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ അല്ലാ. യതീമായ മക്കൾക്ക് വേണ്ടിയ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഇവര് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോ ആ മലക്ക് നിനക്ക് അനുകൂലമായി ദുആ ചെയ്യണം. നിനക്കെതിരായി ദുആ ചെയ്താൽ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എല്ലാവരും ചെറുതൊന്നും നോക്കരുത്. യതീമായ മക്കൾക്കാ അതിന് വല്ലാത്ത പ്രതിഫലമാ. ഉള്ളതിൽ ഏറ്റവും നല്ലത് കൊടുക്ക്. ചിലപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോയി, ഒരു പനിക്ക് ഡോക്ടറെ കാണാൻ പോയി തന്നെ എത്ര പൈസയാ ചങ്ങാതി. എടോ, എന്തെല്ലാം മാരക രോഗങ്ങൾ. സദക്ക കൊടുക്കാൻ പറയുമ്പോൾ വലിയ മടിയാ, എന്നാ കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ചില ഉമ്മമാര് പറയുന്നു, ഉസ്താദേ എന്റെ രോഗം മാറുന്നില്ല, ഏതൊക്കെ മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല. എന്നാ പെങ്ങളെ രോഗം മാറാനുള്ള മരുന്നെന്താ? രോഗം മാറാനുള്ള മരുന്നെന്താ? അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊടുത്തിട്ട് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അവർക്ക് രോഗം വന്നാൽ അവർ സദക്ക കൊടുത്തിട്ട് ദുആ ചെയ്യും, അവർ സദക്ക കൊടുത്തിട്ട് ചികിത്സിക്കും. ഇത് നിനക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. ഏതെങ്കിലും ഒരു മാരകമായ രോഗത്തിൻ്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദക്ക അത് കരിച്ചു കളയും. അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന രണ്ടാമത്തെ കാര്യം, മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത്. മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത്. അങ്ങനെ വേണം മക്കളെ വളർത്താൻ. യാക്കൂബ് നബി അത്രത്തോളം സൂക്ഷ്മത പുലർത്തിയിട്ട് തൻ്റെ മക്കളെ വളർത്തിയിട്ടും മക്കൾക്കിടയിൽ വാശിയും വൈരാഗ്യമായി. കാരണം ഉമ്മയുടെ സംസാരം, വാപ്പയുടെ പെരുമാറ്റം മക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് യൂസുഫ് എന്ന് പറയുന്ന 11ാമത്തെ മകനോട് വല്ലാത്ത സ്നേഹം ഇത്തിരി കൂടിപ്പോയി. ആ സ്നേഹം കൂടിയപ്പോ അവർക്ക് ശത്രുതയായി. അവര് തന്നെ പറയുന്നുണ്ട്, ഇവൻ ഒറ്റ ഒരുത്തൻ കാരണമാണ് വാപ്പയ്ക്ക് നമ്മളോട് സ്നേഹമില്ലാതെയായത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വാപ്പയെ കുറിച്ച് ഖുർആൻ പറയുന്നു 3. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മക്കൾ, തൻ്റെ പൊന്നാര തവിടുന്ന് തൻ്റെ യാക്കൂബ് നബിയുടെ മക്കൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി കളിക്കാൻ എന്ന രീതിയിൽ ഉപ്പൻ്റെ അടുക്കയിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയിട്ട് അവസാനമായി യൂസുഫ് എന്ന് പറയുന്ന പൊന്നുമോനെ പൊട്ടക്കിണറ്റിലിട്ടവർ കൊല്ലാൻ ശ്രമിച്ചു. അല്ലാഹുവേ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ അവിടെ നിന്ന് കൊണ്ടുപോയി പടച്ചവനെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയുകയാ. കാരണം എന്തായിരുന്നെന്നറിയോ? ഇവൻ ഒറ്റ ഒരുത്തൻ കാരണമാണ് വാപ്പയ്ക്ക് നമ്മളോട് സ്നേഹമില്ലാതെ പോയത്. ഇവനാണ് എപ്പോഴും ഉപ്പയുടെ ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടുന്നത് ഇവനാണ്. പടച്ചവനെ അതാ യൂസുഫിനെ കൊണ്ടുപോയി, ചെറിയ കുഞ്ഞാട്, അതിനെ കൊണ്ടുപോയി കിണറ്റിലേക്ക് വലിച്ചെറിയുകയാണ്. എന്നിട്ട് ഖുർആൻ പറയുകയാ, റബ്ബേ, യൂസുഫ് എന്ന്
പറയുന്ന കൂടപ്പറപ്പിനെ കിണറ്റിൽ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് അവര് രാത്രിയിലാണ് മടങ്ങി വരുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, യാക്കൂബ് നബിയുടെ മക്കൾ കടന്നു വരുന്നത് രാത്രിയിലാണ്. ഖുർആൻ പറയുകയാ, യൂസുഫ് നബിയുടെ മക്കളതാ യാക്കൂബ് നബിയുടെ മക്കൾ പാതിരാത്രിയിലാണ് കടന്നു വരുന്നത്. വജാഊഹും അബാഉം ഇശാഅൻ യബ്കൂൻ, രാത്രിയിലാണ് കരഞ്ഞുകൊണ്ട് കടന്നു വരുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിണറ്റിൽ വലിച്ചെറിഞ്ഞ് കൊന്നിട്ട് പടച്ചവനെ കൊന്നു മരിച്ചു എന്ന ധാരണയിൽ അവര് രാത്രിയിലാണ് കടന്നു വന്നത്. പടച്ചവനെ, രാത്രിയുടെ പ്രത്യേകത എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, തെറ്റു ചെയ്യാൻ ഏറ്റവും കൂടുതൽ അവസരം കിട്ടുന്നത് രാത്രിയിലാണ്. ജനങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ അവസരം കിട്ടുന്നത് രാത്രിയിലാണ്. ആ സമയത്താണ് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നത്. റബ്ബേ, പകലു മാന്യന്മാരാണ്, ഇരുട്ടിക്കഴിഞ്ഞാൽ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരികയാണ്. അല്ലാ, പടച്ചവനെ, പകല് നമ്മൾ നായ കാണാറുണ്ടല്ലോ. തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണമെന്ന് ഫിഖിന്റെ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്ന നായ ഞാനും നിങ്ങളും കാണാറുണ്ടല്ലോ. അത് പകല് ശാന്തമാണ്. പക്ഷേ രാത്രിയായി കഴിഞ്ഞാ അല്ലാഹുവേ, റോഡിലൂടെ ബൈക്കിൽ പോകുന്നവന്റെ പുറകെ ഓടുകയാ, കുരച്ചു ചാടുകയാ, ഉപദ്രവിക്കാൻ നോക്കുകയാ. പടച്ചവനെ, രാത്രിയായാൽ സ്വഭാവം മാറുകയാ. എന്റെ പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് പറഞ്ഞത് എന്തെന്നറിയുമോ? ലാ തുർസിലൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, വൈകുന്നേരമായാൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പുറത്തു വിടരുത്, നിങ്ങളുടെ കുട്ടികളെ പുറത്തു വിടരുത്, പെണ്ണുങ്ങൾ പുറത്തു പോകരുത്. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുമ്പോ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന സമയമായ മഗ്രിബിന്റെ സമയത്ത് നിന്റെ കുട്ടികളെ നീ പുറത്തു വിടരുത്. വൈകുന്നേര സമയത്ത്, മഗ്രിബിന്റെയൊക്കെ സമയം വൈകുന്നേരം രാത്രിയായ കൊച്ചുകുട്ടികളെ പുറത്തു വിടരുത്, പെൺകുട്ടികളെ പുറത്തു പോകരുത്. പണ്ടുള്ള പ്രായമായ ഉമ്മമാര് പറയുമായിരുന്നു. എന്നാ ഇന്ന് പടച്ചവനെ, വൈകുന്നേരമാകുമ്പോ പുറത്തേക്ക് ഇറങ്ങുകയാ, രാത്രി മുഴുവനും ഇങ്ങനെ നടക്കുകയാണ്, തോന്നിവാസങ്ങൾ ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാ. പടച്ചവനെ, പാതിരാത്രി വീട്ടിൽ കയറി വന്ന് മക്കള് വിളിക്കുമ്പോ ഉമ്മാന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ വല്ലാത്ത പ്രയാസമാണ്. അതുകൊണ്ട് പൊന്നുമകന്റെ കയ്യിൽ താക്കോല് കൊടുത്തിരിക്കുകയാ. എപ്പോ വേണമെങ്കിലും വന്ന് തുറന്നു കയറി കിടന്നോ, ഇന്ന് അടിച്ചു വിട്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആണുങ്ങളും പെണ്ണുങ്ങളും ചെറുപ്പക്കാരും ഇന്ന് രാത്രിയിലാണ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അല്ലാഹുവേ, ഡിസംബർ 31 എവിടെ വാപ്പാ നിന്റെ പൊന്നുമോൻ? എവിടെ? പലരും എറണാകുളത്ത് പോയിരിക്കുകയാ, പലരും ഗാനമേള കേൾക്കാൻ പോയിരിക്കുകയാ, പലരും വയനാട് ചുരം കയറിയിട്ട് വേടന്റെ പാട്ട് കേൾക്കാൻ പോയിരിക്കുകയാ. അല്ലാഹുവേ, അടിച്ചു പൊളിച്ച് നടക്കുന്നു. വാപ്പാ, നിന്നെ ഏൽപ്പിച്ച അമാനത്തല്ലേ നിന്റെ മോന്, നീ വഅദ് കേൾക്കാമെന്നോ? പെങ്ങളെ, നീ വഅദ് കേൾക്കാമെന്നോ? നിന്റെ പൊന്നുമോനെവിടെ? ഉപ്പാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ നിന്റെ മോന്, അവനെ കുറിച്ച് അല്ലാഹു നിന്നോട് വിചാരണ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, അല്ലാഹുവേ, സ്വന്തം മക്കളെ തെറ്റു ചെയ്യാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്. പടച്ചവനെ, വാപ്പ അറിയണ്ടടാ, വാപ്പാനെ ഉണത്തണ്ട, വഴക്കു പറയുമെന്ന് പറഞ്ഞിട്ട് മക്കളെ തെറ്റ് ചെയ്യാൻ എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അവസാനം കണ്ണുനീരാ പെങ്ങള്. അതുകൊണ്ട് പടച്ചവന്, ഈ സദസ്സിലിരിക്കുന്ന ഈ പ്രായമുള്ളവർക്കൊക്കെ ഒരു കാലമുണ്ടായിരുന്നു, 10 മണിക്ക് ശേഷം വീടിന്റെ പുറത്തു പോകണമെങ്കിൽ വഅദ് വരണമായിരുന്നു.
നമുക്കൊക്കെ ഒരു കാലുണ്ട്. എടോ, രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ ഇബ്ലീസ് ഇറങ്ങും. തെറ്റുകൾ ചെയ്യാനുള്ള ഒരു മനസ്സ് രാത്രി ഉണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പകല് നായ കാണാറുണ്ട്, മിണ്ടാതെ കിടക്കും. രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ ബൈക്കിൽ കൂടെ പോകാൻ പറ്റുമോ, പാഞ്ഞെടുക്കും. വല്ലാത്ത ഒരു സ്വഭാവം. ഇന്നത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ, പകല് മുഴുവനും ഉറങ്ങും, രാത്രി പുറത്തിറങ്ങും. പണ്ടുള്ളവർ പറയും വൈകുന്നേര സമയത്ത് പുറത്തിറങ്ങരുത് എന്ന്. അത് നബിതങ്ങളുടെ ഹദീസ. ഈ പെൺകുട്ടികളെയും ചെറിയ കുട്ടികളെയും വൈകുന്നേര സമയത്ത് വീട് മഗ്‌രിബാകുമ്പോഴത്തേക്ക് വാരിക്കെട്ടി ഇറങ്ങും. പിന്നെ 2 മണി 3 മണിക്കാ തിരിച്ചു വരിക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ മക്കള് അള്ളാഹ് ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത. പാപ്പ, നമ്മൾ എന്തുകൊണ്ട് നമ്മളുടെ മക്കളുടെ വിഷയത്തിൽ പലരും പറയുന്ന കാര്യം, ഉസ്താദ് ഞാൻ പറഞ്ഞാൽ അനുസരിക്കൂല. എന്തുകൊണ്ട് അനുസരിക്കുന്നില്ല പാപ്പ? ഇന്നും ഒരു പിതാവ്, ഞാൻ വല്ലാതെ സങ്കടം, എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദ് എൻ്റെ മോൻ +1 പഠിക്കുന്നത്, പറഞ്ഞിട്ട് അനുസരിക്കണില്ല ഉസ്താദ്. ചെറിയൊരു മോനായിരുന്നു, കുഴപ്പമില്ല. അള്ളാഹു അവനെ നന്നാക്കി കൊടുക്കുമാറാകട്ടെ. എനിക്ക് സങ്കടം തോന്നി. കാരണം എന്തേ? ഇന്നവന്റെ പിതാവ് അത് എൻ്റെ അടുക്ക പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നി. കാരണം എന്തേ? എൻ്റെ വയല് കേട്ടിട്ട് അവൻ ഹാഫിളായവനാ. അതാ സങ്കടം. എൻ്റെ വയല് കേട്ടിട്ട് ഖുർആൻ പഠിച്ച ഹാഫിളായവനാ. അവനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഉപ്പ പറയുന്നു, എന്തേ ഉസ്താദ് ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം എന്ത് ചെയ്യാനാ? അള്ളാഹു പൊന്നുമോനെ നന്നാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രിയിൽ പുറത്തിറങ്ങുന്ന, രാത്രി ഉറങ്ങാനുള്ള സമയമല്ലേ? രാത്രിയിലെ യാത്ര പോലും സൂക്ഷിക്കണമെന്ന നബിതങ്ങൾ പറഞ്ഞത്. രാത്രിയിലെ യാത്രയെക്കുറിച്ച് ഇപ്പൊ എല്ലാവരും പറയുന്ന പകല് മുഴുവനും ബ്ലോക്കാ, രാത്രി അങ്ങ് യാത്ര ചെയ്തേക്കാം, എളുപ്പം പോകാമല്ലോ. ഒരു മനുഷ്യൻ രാത്രിയിലെ യാത്രയെക്കുറിച്ച്, യാത്രയിലുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ അവന് വീടിന് പുറത്തിറങ്ങൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്നത്തെ ചെറുപ്പക്കാർ നോക്കിക്കേ, വാപ്പ വീട്ടിൽ കിടന്നുറങ്ങും, ഉമ്മ വീട്ടിൽ കിടന്നുറങ്ങും. ചെറുപ്പക്കാർ 18ഉം 20ഉം വയസ്സുള്ള കുട്ടികൾ എവിടെ നോക്കിയാലും കാണാം. എന്നാൽ നമ്മളൊക്കെ നോക്കിക്കേ, ഒരു റമദാൻ മാസം വരണം, 10 മണിക്ക് ശേഷം വീടിന് പുറത്തിറങ്ങണമെങ്കിൽ, നാട്ടിലൊരു വയല് വെക്കണം, എങ്കിലേ നമ്മൾ പുറത്തിറങ്ങത്തുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രാത്രി ഈ പുറത്തു നടക്കുന്ന സ്വഭാവം അത്ര നല്ലതല്ല. ഉമ്മമാര് വളരെ ശ്രദ്ധിക്കണം. മക്കളെ നേരത്തെ കാലത്ത് വീടിൻ്റെ അകത്ത് കയറ്റാൻ നോക്കണം. ഇതൊരു വാപ്പ കുറച്ചൊക്കെ കുറച്ചുകൂടൊക്കെ മക്കൾക്ക് വേണ്ടി സംസാരിക്കണം. അവരെ നന്നാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അല്ലാതെ ഉപദേശം നോക്കി പറഞ്ഞില്ല അവനെ വിട്ടുകളയലല്ല വാപ്പ. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ തൻ്റെ കൂടപ്പുറപ്പിനെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞിട്ട് അവർ രാത്രിയിലാണ് വാപ്പാൻ്റെ അടുക്കൽ വരുന്നത്. പാതിരാത്രിയാ വന്നേ. ആ പാതിരാത്രി കരഞ്ഞുകൊണ്ട് വന്നിട്ട് ആ ഉപ്പാനോട് പറയുന്നത്, പടച്ചവനെ ചെന്നായി പിടിച്ചു കൊണ്ടുപോയി വാപ്പ എന്നൊക്കെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, രാത്രി നമ്മൾ വളരെ സൂക്ഷിക്കണം. മക്കളെ പുറത്തുവിടാൻ പാടില്ല, ആവശ്യങ്ങൾക്ക് മാത്രം പുറത്തുവിടുക. യാക്കൂബ് നബി അലൈഹിസ്സലാം പഠിപ്പിക്കുന്ന 5ാമത്തെ കാര്യം എന്താ? എൻ്റെ പ്രിയപ്പെട്ടവർ, യാക്കൂബ് നബി അലൈഹിസ്സലാം വീട്ടിൽ വലിയ പ്രയാസങ്ങളായി, ബുദ്ധിമുട്ടുകളായി, ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തെ ഭരണാധികാരിയെക്കുറിച്ച് കേട്ടപ്പോൾ തൻ്റെ മക്കളെ ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് സഹായത്തിന് വേണ്ടി പറഞ്ഞു വിടുകയാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മക്കളെ ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് പറഞ്ഞു വിടുകയാ. ആ പറഞ്ഞു വിടുന്ന സമയത്ത് യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളോട് പറഞ്ഞ ഒരു വലിയ ഉപദേശമുണ്ട്. ഇന്നത്തെ മാതാപിതാക്കൾ കേൾക്കണം. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മകളെ പറഞ്ഞു വിടുമ്പോ, ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് തന്റെ പൊന്നുമക്കളെ പറഞ്ഞു വിടുമ്പോ, അവർക്ക് യാക്കൂബ് നബി കൊടുത്ത ഒരു ഉപദേശം അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുന്നു, വഖാല യാ ബനിയ ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദ്. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഇനി അങ്ങോട്ട് നല്ലതുപോലെ കേൾക്കണേ. ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ മാതാപിതാക്കളെ നല്ലതുപോലെ കേൾക്കണേ. യാക്കൂബ് നബി ഈജിപ്തിലേക്ക്, രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന മക്കളോട് പറയുകയാ, മക്കളെ, നിങ്ങൾ ഒരു വാതിലിലൂടെ എല്ലാവരും കേറി പോകരുത്. നിങ്ങൾ കൊട്ടാരത്തിലേക്ക് പോകുമ്പോ എല്ലാവരും കൂടെ ഒരേ വാതിലിലൂടെ കേറി പോകരുത്. പല പല വാതിലുകളിലൂടെ വേണം കേറി പോകാൻ. എന്തിനാ പറഞ്ഞതെന്നറിയോ? യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈജിപ്തിലെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് കേറി ചെല്ലുമ്പോ എല്ലാവരും കൂടെ നിരന്ന് ഒരേ വാതിലിലൂടെ കേറി പോകരുത്. പല പല വാതിലുകളിലൂടെ വേണം കേറി പോകാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, കാരണം എന്തെന്നറിയോ?
എല്ലാവരും കൂടെ ഒരേ വാതിലിലൂടെ കേറിപ്പോയാൽ ഒരുപോലെ ഇരിക്കുന്ന കുറേ മക്കള്, ഒരുപോലെ ഇരിക്കുന്ന കുറേ മക്കള് പ്രത്യേകം ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്, പ്രത്യേകം ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. എന്നാ പല പല വാതിലിലൂടെ കേറിപ്പോയാൽ അത് ശ്രദ്ധിക്കില്ലല്ലോ. എല്ലാവരും കൂടെ ഒരുമിച്ച് 5 മക്കളും അല്ലെങ്കിൽ 6 മക്കളും ഒരുമിച്ച് നിരന്നു പോയാൽ നോക്കുമല്ലോ ഒരുപോലെ ഇരിക്കുന്ന 5 എണ്ണങ്ങൾ. എന്നാൽ പല പല വാതിലിലൂടെ കേറിപ്പോയാ അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ. എന്തുകൊണ്ടാണ് യാക്കൂബ് നബി അങ്ങനെ പറഞ്ഞു വിടാനുള്ള കാരണം? മഖാഫത്തു ഇസ്ബാത്തിൽ ഐനി, കണ്ണ് തട്ടുമെന്നുള്ള ഭയമാ, കണ്ണേറ് കിട്ടുമെന്നുള്ള പേടി കാരണം എല്ലാ മക്കളും ഒന്നുപോലെ ഇരിക്കുന്ന വെളുത്തു തുടുത്ത് സുന്ദരന്മാരായിരിക്കുന്ന മക്കൾ ഇങ്ങനെ നിരന്നു കയറി പോകുമ്പോ അല്ലാഹുവേ തന്റെ മക്കൾക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ, തന്റെ മക്കൾക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ എല്ലാവരോടും പറഞ്ഞു വേറെ വേറെ വാതിലിലൂടെ കയറി പോകാൻ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, 2026 സ്വീകരിക്കാനിരിക്കുന്ന പെങ്ങള്, മോളെ കണ്ണേറിനെ കുറിച്ച് പഠിക്കണേ, കണ്ണേറിനെ കുറിച്ച് പഠിക്കണേ. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല, എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല. സ്റ്റാറ്റസിന്റെ കാലമാണല്ലോ. ഒരു വീട് വെച്ചാ ആ വീടിന്റെ സർവ്വ വീഡിയോയും സ്റ്റാറ്റസ് ഇടുന്ന പെങ്ങള്, ഒരു വണ്ടി എടുത്താ നാട്ടുകാരെ മുഴുവനും അറിയിക്കുന്ന ചെറുപ്പക്കാരാ, സ്വന്തം മക്കൾക്ക് 10 A+ കിട്ടിയ ഫ്ലെക്സ് അടിച്ച റോഡിന്റെ സൈഡിൽ വെക്കുന്ന മുസ്ലിമേ, കണ്ണിനെ കുറിച്ച് പഠിക്കണേ, കണ്ണിനെ കുറിച്ച് പഠിക്കണേ. അൽ ഐനു സലാസ്, കണ്ണ് 3 രീതിയിലാ, കണ്ണ് 3 രീതിയിലാ. പഠിക്കണേ അല്ലാഹുവേ, കണ്ണ് 3 രീതിയിലാണ്. പഠിക്ക്. ഒന്നാമത്തെ കണ്ണേതെന്നറിയോ? ഒന്നാമത്തെ കണ്ണേതെന്നറിയോ? അൽ ഐനുൽ ഹാസിദാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണീർ സത്യമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നബി തങ്ങളുടെ ഹദീസ് തന്നെ ഉണ്ട്, ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എടാ, നീയും നിന്റെ കുടുംബവും നിനക്കൊരു വീട് വെച്ചു, നീ വീട് വെച്ചിട്ട് അത് 40 പേരെ കാണിക്കാൻ സ്റ്റാറ്റസ് ഇടും. നിന്റെ വീട്, ഉള്ള്, ബെഡ്റൂം, അടുക്കള, ബാത്റൂം, സർവ്വതും നാട്ടുകാർ കാണണം. എല്ലാ കാര്യങ്ങളും അങ്ങനെ പറയാനുള്ളതല്ല. നീ ഒരു വാഹനം എടുത്തു, നീ എന്തിനു നാട്ടുകാരെ അറിയിക്കണം? നീ ഊട്ടി പോയി അപ്പം തന്നെ അവിടെ പോയി നിന്ന് പോസ്റ്റ് ഇടും, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, ഇങ്ങനെ കാണിച്ചെടുക്ക. എൻ്റെ പ്രിയപ്പെട്ടവരെ, കണ്ണിനെ കുറിച്ച് പഠിക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിബിധങ്ങൾ പറയുന്നു 3 രീതിയിലാണ് കണ്ണുള്ളത്. ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അസൂയയുടെ കണ്ണ്. അസൂയയുടെ കണ്ണ്. നിനക്കൊരു വീടുണ്ട്, അല്ലാഹുവേ എനിക്കും അതുപോലെ ഒരു വീട് തരണമെന്നല്ല ആഗ്രഹിക്കുന്നേ, അത് നശിച്ചു പോണേന്ന് ആഗ്രഹിക്കുന്ന ചിലരുടെ ആഗ്രഹം. പടച്ചവനെ, നിനക്കൊരു വാഹനമുണ്ട്, നിനക്കൊരു ജോലിയുണ്ട്, നിനക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ അത് നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന കണ്ണ്. അല്ലാതെ നിനക്ക് കുറച്ച് സമ്പത്തുണ്ട്, അല്ലാഹു എനിക്കൂടെ തരണേ അല്ല എന്നല്ല. അവൻ്റെത് പോയി അവൻ എത്തീങ്ങാനയിലാകണം, അവന്റെ വീട് പോകണം, അവന്റെ വീട്ടിൽ എല്ലാം നശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രീതി. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെന്താ? ആ കണ്ണീരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു വഴി പറഞ്ഞു തരികയാണ്. നിന്റത് നശിച്ചു പോകണേ എന്ന് ആഗ്രഹിക്കുന്ന കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെന്താ? ഖുൽ അഊദു ബിറബ്ബിന്നാസ്. ഖുർആൻ പറയുകയാണ്, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഈ സൂറത്താണ് പാരായണം ചെയ്യാൻ നബിതങ്ങൾ പറഞ്ഞത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാത്ത്. ഖുർആൻ പറയുകയാണ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. പടച്ചവനെ, ഖുർആനിന്റെ 113-14 സൂറത്തുകൾ, അതിനകത്ത് അല്ലാഹു
കാവല് ചോദിക്കാൻ പറയുന്നല്ലോ. പടച്ചവനെ കണ്ണീരിൽ നിന്ന് രക്ഷപ്പെടാൻ ഖുർആൻ പറഞ്ഞ ഒരു ആയത്തേതാ? വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഇതിനകത്ത് പടച്ചവനെ ഖുർആൻ പറയുന്നു ഈ ആയത്ത് പാരായണം ചെയ്യാൻ രണ്ടാമത്തെ കണ്ണേതെന്നറിയുമോ? ഐനിൻ മുഅ്ജബ്, അത്ഭുതം. പടച്ചവനെ അത്ഭുതം. എല്ലാവരും അത്ഭുതത്തോടുകൂടി കാണുകയാണ്. മനോഹരമായ ഒരു വീട്, മനോഹരമായ ഒരു വീട്, നല്ല ഒരു വാഹനം. ഇങ്ങനെ പടച്ചവനെ അത്ഭുതത്തോടുകൂടി പറയുന്ന കണ്ണിനെ പേടിക്കണമടോ, ആ കണ്ണിനെ സൂക്ഷിക്കണമടോ. അതിന് അതാ ഒരു ചരിത്രം പറഞ്ഞു തരാം. പടച്ചവനെ ഒരു ചരിത്രം പറഞ്ഞു തരാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാ. സ്റ്റാറ്റസ് ഇടുന്നവർ, ഫോട്ടോ ഷെയർ ചെയ്യുന്നവർ, സ്വന്തം മക്കളുടെ ഫോട്ടോ വരെ ഇട്ടുകൊണ്ട് നടക്കുന്നവർ, നിങ്ങൾ മനസ്സിലാക്കണേ, നബിതങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. അതാ പടച്ചവനെ, അതാ അള്ളാന്റെ റസൂലും സ്വഹാബത്തും പോകുമ്പോ അതാ ജഹഫ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ, ജഹഫ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ ക്ഷീണം കാരണം നബിതങ്ങളും സ്വഹാബത്തും അവിടെ താമസിക്കുകയാണ്. അല്പം റെസ്റ്റ് എടുക്കുകയാണ്. ആ സമയത്ത് മഹാനായ സഹൽ റളിയല്ലാഹു തആല അൻഹു, സുന്ദരനായ കാണാൻ അഴകുള്ള സൗന്ദര്യമുള്ള സഹൽ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ തന്റെ വസ്ത്രമൂരിയിട്ട് കുളിക്കാൻ പോവുകയാ. കേൾക്കണേ ചെറുപ്പക്കാരാ, നബിതങ്ങളുടെ സ്വഹാബത്തിന്റെ ചരിത്രമാണ്. മഹാനായ സഹൽ റളിയല്ലാഹു തആല അൻഹു തന്റെ വസ്ത്രമൂരിയിട്ട് കുളിക്കാൻ പോകുമ്പോ മഹാനായ ആമിർ റളിയല്ലാഹു തആല അൻഹു സഹൽ തങ്ങളുടെ ശരീരം കാണുകയാണ്. ആദ്യമായിട്ടാണ് സഹൽ എന്ന് പറയുന്ന സ്വഹാബിയുടെ അല്ലാഹുവേ ചുമന്നു തുടുത്തിരുന്ന ശരീരം ഇങ്ങനെ കാണുന്നത്. അത് കണ്ടപ്പോ ആമിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, വല്ലാഹി മാ റഅയ്തുമുൽ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഇതുവരെ ഞാൻ ഇത്രയും മനോഹരമായ ഒരു ശരീരം ഞാൻ കണ്ടിട്ടില്ല. മഹാനായ ആമിർ തങ്ങൾ പറയുകയാ, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഇത്രയും മനോഹരമായ ഒരു ശരീരം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എന്ന് വൈരാഗ്യത്തോടെ പറഞ്ഞതല്ല, അസൂയ വെച്ച് പറഞ്ഞതല്ല. ആമിർ തങ്ങൾ സന്തോഷം കൊണ്ട് പറഞ്ഞതാ, അത്ഭുതത്തോടെ പറഞ്ഞതാ. പറഞ്ഞു തീരേണ്ട താമസം സുബ്ഹാനല്ലാഹ്, സഹൽ തങ്ങൾ ബോധം കെട്ട് താഴെ വീഴുകയാ. സഹൽ റളിയല്ലാഹു തആല അൻഹു ജുഹഫ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നബിതങ്ങളും സ്വഹാബത്തും അവിടെ താമസത്തിന് വേണ്ടി റെസ്റ്റ് എടുക്കുമ്പോൾ ഈ സഹാബി തന്റെ വസ്ത്രം ഒന്നൂരി, കമീസ് ഒന്നൂരി. ഇത് ഊരിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആമിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവേ സത്യം, എന്തൊരു ശരീരമായത്, ഇതൊരു ബോഡിയാന്നൊക്കെ പറയില്ലേ. ഇതുപോലെ അങ്ങോട്ട് പറഞ്ഞതും സുബ്ഹാനല്ലാഹ് ദാ കിടക്കുന്ന ചക്ക വെട്ടിയിട്ടതുപോലെ താഴെ വീണു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സഹാബത്ത് മുഴുവനും ഈ സഹാബി സഹൽ റളിയല്ലാഹു തആല അൻഹുവിനെ കോരിയെടുത്തുകൊണ്ടില്ല ഹദ്റത്തി റസൂലില്ല നബിതങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ ചോദിച്ചു, എന്തു പറ്റി? നബിയെ, പെട്ടെന്ന് വീണു നബിയെ. ഇവിടുന്ന് വസ്ത്രം ഊരിയപ്പോ പെട്ടെന്ന് വീണു നബിയെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ വിളിച്ച്, നിങ്ങൾ എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ആ സമയത്ത് സ്വഹാബികൾ അവിടെ നിന്ന് പറഞ്ഞു, നബിയെ, മഹാനായ ആമിർ റളിയല്ലാഹു തആല ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. നബിയെ, ആമിർ റളിയല്ലാഹു തആല ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. നബിതങ്ങളുടെ മുഖം പെട്ടെന്ന് അങ്ങ് ചുമന്നു. നബിതങ്ങൾ അവിടെ നിന്ന് ചോദിക്കുകയാ, അലാമായ ഖുതുല അഹദുക്കും അഖ, നീ നിന്റെ കൂടപ്പുറപ്പിനെ കൊല്ലാൻ നോക്കുകയാണോ എന്ന് നബിയിനാ റസൂലുള്ളാഹി. നബിയിനാ റസൂലുള്ളാഹി, നബിതങ്ങൾ ഒറ്റ ചോദ്യം, നീ നിന്റെ കൂടപ്പുറപ്പിനെ കൊല്ലാൻ നോക്കുവാണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യന്റെ കണ്ണും നാവും അത്രത്തോളം നമ്മൾ സൂക്ഷ്മത പുലർത്തണം. ഞാൻ ഇന്നും പറയേണ്ടായി, ഞാൻ കാസർഗോഡ് മംഗലാപുരത്ത് നിന്ന് ഒരിക്കൽ വഴുത കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. അങ്ങനെ തിരിച്ചു വരുന്ന സമയം അത്യാവശ്യം ഒരു കാര്യമുള്ളത് കാരണം ഞാനാ വണ്ടി ഓടിച്ചേ. ഞാനിങ്ങനെ വണ്ടി ഓടിച്ചപ്പോൾ ഒരു ഉസ്താദിന്റെ വണ്ടിയെ ഓടിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കൂടെ ഒരു പയ്യനിരിക്കുന്നുണ്ട്, ഓൻ ഇങ്ങനെ പറഞ്ഞു, ഈ ഉസ്താദിന്റെ വണ്ടി ആരെടുത്തോണ്ട് പോയാലും സാധാരണ ഇടിക്കാറുണ്ട്, ഉസ്താദെ ഒന്ന് പതുക്കെ പോകാൻ.
ഞാൻ എടുത്തുകൊണ്ടുപോയ ഉസ്താദ് ഒരു പ്രഭാഷകനാണ്, എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ഒരു പുതിയ വണ്ടി എടുത്താൽ ഏതെങ്കിലും ഉസ്താദ് എടുത്തുകൊണ്ട് പോയി ഇടിക്കും. അപ്പൊ ഇവൻ എന്ത് ചെയ്തു? വണ്ടിക്കകത്തിരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ഉസ്താദെ ഒന്ന് പതുക്കെ പോ, ഇയാളുടെ വണ്ടി ആരെടുത്തുകൊണ്ട് പോയാലും കൊണ്ട് ഇടിക്കലാണെന്ന്. ഇവൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചിട്ട് സ്പീഡ് തന്നെ കുറച്ചൊന്നും മിണ്ടാതിരിയിടാന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞൊരു വളവ് തിരിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്നറിയില്ല, ഒരു മതിൽ പിടിച്ചിട്ട് വണ്ടി താഴെ പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു മതിലിടിച്ച് മറിച്ചിട്ടങ്ങ് പോയി. രാത്രി 1:30 പിന്നെ എന്ത് ചെയ്യാനാ, വണ്ടിയൊക്കെ പൊക്കി. അന്ന് ഞാൻ പറഞ്ഞു ഇവൻ്റെ നാവ് സൂക്ഷിക്കണമെന്ന്. ചിലരെങ്ങനാണോ ചില വാക്ക് പറഞ്ഞ അപ്പം തന്നെ വീടിൻ്റെ മുമ്പിൽ നല്ല ഒരു കൊല ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തൊരു കൊലയാ അല്ല, ആ കൊല നിന്നതിൻ്റെ അസറ് പോലും കാണാറില്ല, കരിഞ്ഞു കളയും. പണ്ടുള്ള ഉമ്മമാര് ഈ കുഞ്ഞുങ്ങൾ, ചില ഉമ്മമാര് വരുമ്പോൾ കുഞ്ഞിനെ എടുത്ത് വീടിൻ്റെ ഒക്കെ തോടി കയറും, പേടിയാ, വേറൊന്നുമല്ല. അവരെന്തെങ്കിലും പറഞ്ഞു. നിങ്ങൾക്കറിയോ, എടോ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് സ്വന്തം മുഖം നോക്കിയിട്ട് എനിക്ക് ഗ്ലാമർ ഉണ്ടെന്ന് നമ്മൾ പോലും പറയാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾക്കും മടുത്താ? എനിക്കും മടുത്തൊന്നുമില്ല. നിങ്ങൾക്കും മടുത്തൊക്കെ ഞാൻ നിർത്തിയേക്കും. 11 മണിയായി. ഇൻഷാ അല്ലാഹ്. എന്ത് സ്വന്തം മുഖം നോക്കിയിട്ട്, കണ്ണാടിയെ നോക്കിയിട്ട് നമുക്ക് ഗ്ലാമർ ഉണ്ടെന്ന് നമ്മൾ തന്നെ പറയാൻ പാടില്ല. കാരണം എന്തേ? നമ്മുടെ നാവ് എങ്ങനത്തെ നാവാന്ന് നമുക്കറിയില്ലല്ലോ. നമ്മുടെ നാവ് എങ്ങനത്തെ നാവാണ് നമുക്കറിയില്ലല്ലോ. അത് അവരുടെ കുഴപ്പമില്ല, ചിലര് പറഞ്ഞ അറം പറ്റും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമിർ റളിയല്ലാഹു തആല പറഞ്ഞു, വല്ലാഹി സത്യം, ഇങ്ങനെ ഒരു ശരീരം ഞാൻ ഇന്നത്തെ ദിവസം ഇന്നൊരു കണ്ടിട്ടേ ഇല്ല. ചക്ക വെട്ടിയിട്ടതുപോലെ താഴെ വീണിടോ. എൻ്റെ പ്രിയപ്പെട്ടവർ, അവസാന നബിതങ്ങൾ വെള്ളമൂതി കുടഞ്ഞതിന് ശേഷം ആ സഹാബി എഴുന്നേറ്റത്. അപ്പൊ ഇതാ പറഞ്ഞത്, അത്ഭുതം. ചിലരിങ്ങനെ അത്ഭുതത്തോടു കൂടി പറഞ്ഞാൽ അത് ദോഷമായി തീരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നബിതങ്ങൾ പറയുന്നു 3 10ാം ക്ലാസ്സിൽ A+ ഒക്കെ മേടിച്ച ഞാൻ ഏർവാടിയിൽ ഒരിക്കൽ സിയാറത്തിന് പോയപ്പോൾ ഒരു ഉസ്താദ് കരയുന്നുണ്ട്. ഉസ്താദെ, എൻ്റെ മകള് 10ാം ക്ലാസ്സിൽ മുഴുവനും A+ വാങ്ങിച്ച കുട്ടിയാ ഉസ്താദെ, നിലവിളിച്ചുകൊണ്ട് ഭ്രാന്ത് പിടിച്ചവരെ പോലെ കടന്നോടുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ റോഡിന്റെ മുകളിലൊക്കെ ഫ്ലെക്സും കെട്ടി സ്റ്റാറ്റസ് വിട്ട് അടക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക, എന്തെല്ലാം പറയുന്നു ആൾക്കാർ. കണ്ടോക്കടാ, മൊത്തം A+ വാങ്ങിച്ചൊരു പെണ്ണിനെ കണ്ടോ, ഒരു മോനെ കണ്ടോ, നീ ഇങ്ങനെ നടന്നോടാ. കണ്ടാറ് എന്തൊരു ബുദ്ധിയാ അല്ലാഹ്. തീർന്നില്ലേ കാര്യം? ഇങ്ങനെയൊക്കെ സൂക്ഷിക്കേണ്ട, നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ സ്വന്തം മക്കളുടെ സ്റ്റാറ്റസ് പോലും കണ്ണീർ കബറിലെത്തിച്ചു കളയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ രണ്ടാമതൊരു കണ്ണുണ്ട്, ആ കണ്ണ് അത്ഭുതത്തിന്റെ കണ്ണാ. 3 നബിതങ്ങൾ പറഞ്ഞു, ഐനുൻ ഖാത്തിരുൻ, കൊന്നുകളയുന്ന കണ്ണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാതെ സൂക്ഷ്മത പുലർത്തണം. യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മക്കൾ ഈജിപ്തിലെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയപ്പോൾ പറഞ്ഞു കൊടുത്തു, മക്കളെ, നിങ്ങൾ എല്ലാവരും കൂടെ ഒരേ വാതിലിലൂടെ കയറിപ്പോകരുത്, വേറെ വേറെ വാതിലിലൂടെ വേണം കയറിപ്പോകാൻ. കാരണം നിങ്ങളെ കണ്ടാൽ കണ്ണീറു ഭയന്നുകൊണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത 5ാമത്തെ കാര്യം എന്താ? ഞാൻ നിർത്തുകയാണ്. തന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത 5ാമത്തെ കാര്യം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുത്തത് തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിൽ പരമേൽപ്പിക്കാനാണ്. സർവകാര്യങ്ങളും അല്ലാഹുവിൽ പരമേൽപ്പിക്കാനാണ്. യൂസുഫ് എന്ന് പറയുന്ന തന്റെ പൊന്നാര മകനെ കൂടപ്പറപ്പുകൾ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു കൊല്ലാൻ നോക്കി. അതാ മരിച്ചു എന്നവര് വിചാരിച്ചു. യാക്കൂബ് നബി പറഞ്ഞു, എന്റെ പൊന്നുമകൻ മരിച്ചിട്ടില്ല. വാപ്പാ കരഞ്ഞ് 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 കണ്ണിന്റെ കാഴ്ച പോയി. വാപ്പാ, നിങ്ങൾ എന്തേ ഇങ്ങനെ ഇരിക്കുന്നത്? യാക്കൂബ് നബി പതറിയില്ല. യാക്കൂബ് നബി പതറിയില്ല. എന്നെങ്കിലും ഒരിക്കൽ തന്റെ പൊന്നാര മകൻ യൂസുഫ് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ അല്ലാഹുവിൽ പരമേൽപ്പിച്ചിരിക്കുകയാണ്. ബിന്യാമീൻ എന്ന് പറയുന്ന 12ാമത്തെ മകനെയും നഷ്ടപ്പെട്ടു. അപ്പോഴും പടച്ചവനെ യാക്കൂബ് നബി പറഞ്ഞു, അല്ലാഹു കൈവിടൂല. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല യാക്കൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിൽ പരമേൽപ്പിച്ചിട്ട് അവിടുന്ന് തവക്കൽ ഏൽപ്പിച്ചു ജീവിച്ചപ്പോ അല്ലാഹു 12 മക്കളെയും തിരിച്ചു കൊടുത്തില്ലേ? അധികാരം കൊടുത്തില്ലേ? തന്റെ പൊന്നുമക്കള് വാപ്പയുടെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടുന്ന് പടച്ചവനെ മാപ്പ് പറഞ്ഞില്ലേ? എല്ലാം അല്ലാഹു കൊടുത്തടോ. ഒരു ഭരണാധികാരിയുടെ വാപ്പയായി യാക്കൂബ് നബി മാറിയില്ലേ?
കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയില്ലേ? തന്റെ പൊന്നാര മകൻ ഈജിപ്തിന്റെ അധികാരം കൊടുത്തില്ലേ? 12 മക്കളെയും തിരിച്ചു കൊടുത്തില്ലേ? യാക്കൂബ് നബി തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് അല്ലാഹുവിൽ പരമേൽപ്പിക്കാനാ. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവരോട് പറയുകയാണ്, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്. അല്ലാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്ക്. അത് പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് ഈ സമുദായത്തിൽ ആത്മഹത്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ആത്മഹത്യ കുറവായിരുന്നു, മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യ കുറവായിരുന്നു. ഇന്ന് 25% ആത്മഹത്യ കൂടിയിരിക്കുകയാണ്. കാരണം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവിതം പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. മൊബൈൽ എടുത്തതിന് വഴക്കു പറഞ്ഞതിന്റെ പേരിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയാ. കറങ്ങാൻ പടച്ചവനെ ടൂറ് പോകാൻ സമ്മതിക്കാത്തതിന്റെ പേരിൽ മക്കൾ ആത്മഹത്യ ചെയ്യുകയാ. ബൈക്ക് വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു. പടച്ചവനെ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാ പിടിച്ചു നിൽക്കാൻ ഇന്നത്തെ മക്കൾക്ക് കഴിയുന്നില്ലടോ. എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട് പറയുകയാണ്, നമുക്കൊരു പേടിയുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് ആത്മഹത്യയുടെ വില നമുക്കറിയുന്നില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗം ഹറാമായ ചിലരുണ്ട്, ഒരിക്കലും സ്വർഗ്ഗത്തിൽ പോകാത്ത ചിലരുണ്ട്. ഈ സമുദായത്തിൽ പടച്ചവനെ ആത്മഹത്യ ചെയ്താ സ്വർഗ്ഗത്തിൽ പോകില്ലെന്നറിയാ. അതുകൊണ്ട് ആത്മഹത്യ വളരെ കുറവായിരുന്നു, പക്ഷേ ഇപ്പൊ വർദ്ധിച്ചിരിക്കുകയാണ്. എന്നാ മക്കളോട് പറഞ്ഞു കൊടുക്ക്, ഒരിക്കലും സ്വർഗ്ഗത്തിൽ പോകൂല. സ്വർഗ്ഗം ഹറാമാ, സ്വർഗ്ഗം ഹറാമാ. ആർക്കാണെന്നറിയോ? അല്ലാഹു കൊടുത്ത ആയുസ് സ്വന്തമായിട്ട് അവസാനിപ്പിക്കുന്നവൻ, അവന് സ്വർഗ്ഗം ഹറാമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. എന്തിനാണ് ഒരു ഉദാഹരണം പറയട്ടെ. വാളിനെ പോലുള്ള ഒരു ആയുധം കൊണ്ട് ഒരു സ്വഹാബി ആത്മഹത്യ ചെയ്യുകയാ. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ വാള് പോലെ പടച്ചവനെ കത്തി പോലെയുള്ള എന്തോ കൊണ്ട് സ്വന്തമായിട്ട് കുത്തി ആത്മഹത്യ ചെയ്തു. ആ സ്വഹാബിയുടെ ജനാസ കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, നിങ്ങളിൽ ആരെങ്കിലും ഇമാമത്ത് നിൽക്ക്. സഹാബ, ആരെങ്കിലും ഒന്ന് ഇമാമത്ത് നിൽക്ക്. നബി തങ്ങൾ ഇമാമത്ത് നിന്നില്ല. കാരണം നിന്നിട്ട് കാര്യമില്ല. മക്കളെ, ദുനിയാവ് മാത്രമല്ല ആഖിറവും പോവുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ യുവതലമുറയ്ക്ക് അല്ലാഹുവിനെ കുറിച്ച് അറിയുന്നില്ല, പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. മക്കളോട് പറ, അല്ലാഹു കൈവിടൂല. ആര് കൈവിട്ടാലും അല്ലാഹു കൈവിടൂല. ഇത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ ഉപദേശിച്ചിട്ട് മക്കളെ നന്നാക്കാൻ നോക്കിയിട്ട് പരാജയപ്പെട്ടവര്, ഉസ്താദേ എന്റെ പൊന്നുമോനെ എത്ര നോക്കിയിട്ടും ഇവൻ നന്നാകുന്നില്ല, ഇവന്റെ കള്ളുകുടി മാറുന്നില്ല, ഇവന്റെ ദുസ്വഭാവങ്ങൾ മാറുന്നില്ല. എഴുതിത്തെള്ളാൻ വരട്ടെ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് ലോകമറിയുന്ന പണ്ഡിതനാ. ആരാ ഫുളൈൽ എന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോ കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവായ ഫുളൈൽ, ഏത് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാലും വ്യഭിചരിക്കുന്ന ഫുളൈൽ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടപ്പോ അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടപ്പോ നന്നായ മനുഷ്യനാണ് ഫുളൈൽ ഇബ്നു ഇയാദ്. ലോകമറിയുന്ന പണ്ഡിതനാ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹുവിന് അലി എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. എത്രയൊക്കെ ഉപദേശിച്ചിട്ടും തന്റെ മകൻ നന്നാകുന്നില്ല. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾക്ക് അലി എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. എത്ര ഉപദേശിച്ചിട്ടും നന്നാകുന്നില്ല. എന്തൊക്കെ ചെയ്തു നോക്കി, എവിടെയെല്ലാം കൊണ്ടുപോയി നോക്കി. എന്നിട്ട് തന്റെ പൊന്നാര മകൻ നന്നാകാതെ വന്നപ്പോ അവസാനം ഫുളൈൽ തങ്ങൾ പറയുകയാണ്, അല്ലാഹുമ്മ അസ്ലിഹ്ഹാ. അല്ലാഹുവിനോട് പറയുന്ന, പടച്ചവരെ, ഫീ ഫുളൈൽ
ഫുലൈൽ തങ്ങൾ അള്ളാനോട് പറയുകയാ, അല്ലാ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഇവനെ നന്നാക്കാൻ നോക്കി പടച്ചവനെ, ഞാൻ പരാജയപ്പെട്ടു തമ്പുരാന്, ഞാൻ പരാജയപ്പെട്ടു തമ്പുരാന്. അല്ലാഹുവേ എന്റെ പൊന്നുമോനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാ അല്ലാ. എത്ര ഉപദേശിച്ചിട്ടും നന്നാകാത്ത മകനെ അല്ലാഹുവിന്റെ കയ്യിലേൽപ്പിച്ചിട്ട് പറയുന്ന പടച്ചവനെ തവക്കൽതു അലല്ലാഹ്, എന്റെ മോനെ ഞാൻ നിന്റെ കയ്യിലേൽപ്പിക്കുകയാ, എന്റെ മോനെ ഞാൻ നിന്റെ കയ്യിലേൽപ്പിക്കുകയാ പടച്ചവനെ, എന്റെ പൊന്നുമോനെ നന്നാക്കണേ അല്ലാ. ദുആ ചെയ്തിട്ടുണ്ടോ പെങ്ങളെ? സ്വന്തം മക്കള് തെറ്റ് ചെയ്യുമ്പോ ഉപദേശിച്ചിട്ട് നന്നാകാതെ വരുമ്പോ നീ നശിക്കട്ടടാ, നീ നശിക്കട്ടടാ, എത്രയോ പേര് മരിച്ചു പോകുന്നു, നീ മരിക്കുന്നില്ലടാ എന്നും മക്കളെ പ്രാവുന്ന ഉമ്മ, മക്കളെ ശപിക്കുന്ന ഉമ്മ, ശപിക്കല്ലേ ഉമ്മ, മക്കളെ ശപിക്കല്ലേ. നിന്റെ ദുആയിക്ക് ഇജാബത്തുണ്ട്, നിന്റെ വാക്ക് അല്ലാഹു കേൾക്കുമുമ്മ. ഒരു ദേശിപ്പുറത്ത് സ്വന്തം മക്കളെ പ്രാവിയ അവസാനം അവൻ കടന്ന് കണ്ണുനീര് കുടിക്കുന്നത് നിനക്ക് കാണേണ്ടി വരും. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങള് അല്ലാഹുവിനോട് പറയുന്ന പടച്ചവനെ തവക്കൽതു അലല്ലാഹ്, എന്റെ മോനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാ, ഇവനെ നന്നാക്കണേ അല്ലാ. പടച്ചവനെ ഫുളൈൽ തങ്ങൾ ദുആ ചെയ്തു, തന്റെ പൊന്നാര മകൻ നന്നായടോ, അവന്റെ സ്വഭാവം മാറുകയാ, ദുസ്വഭാവങ്ങൾ മാറുകയാ. പാട്ട് കേട്ട് ആസ്വദിച്ച് നടന്ന അലിയുണ്ടല്ലോ, ഖുർആൻ കേൾക്കാൻ തുടങ്ങി, അവൻ ഖുർആൻ കേൾക്കാൻ തുടങ്ങി. ഖുർആനിനോട് വല്ലാത്ത ഒരു പ്രണയം വന്നു, ഖുർആനിനോട് വല്ലാത്ത സ്നേഹം വന്നു. അവസാനം അല്ലാഹനെ ഏൽപ്പിച്ച അലി എന്ന് പറയുന്ന പൊന്നുമോന് അഹ്ലുൽ ഖുർആൻ, അവന് ഖുർആനിന്റെ അഹ്ലുകാരനായി മാറി. അവന് ഖുർആൻ ഓതിയിട്ടാണ് മരിച്ചു പോയതെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, മക്കളെ അല്ലാഹനെ ഏൽപ്പിച്ചോ, മക്കളെ അല്ലാഹനെ ഏൽപ്പിച്ചോ, അല്ലാഹുവിലെ തവക്കലേൽപ്പിച്ചോ. പടച്ചവൻ നിങ്ങളുടെ മക്കളെ നന്നാക്കി തരും പെങ്ങളെ. എന്നിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് നിന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യ്, എന്റെ മക്കളെ നന്നാക്കണേ അല്ലാ. എന്നെങ്കിലും ഒരിക്കൽ നേരെയാകും പെങ്ങള്. അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ്. യാക്കൂബ് നബി മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത അഞ്ചാമത്തെ കാര്യം അല്ലാഹുവിൽ പരമേൽപ്പിക്കാനാ. ഒരു ചരിത്രം കൂടെ പറയട്ടെ, ഒരു ചരിത്രം കൂടെ പറഞ്ഞു തരട്ടെ. അല്ലാഹനെ ഏൽപ്പിച്ചാ കിട്ടുന്ന ഒരു ചരിത്രം പറയട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ തങ്ങളുണ്ടല്ലോ, പടച്ചവനെ ഒരിക്കൽ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാ. അതാ ഉമർ തങ്ങൾ കമ്പോളത്തിലൂടെ നടന്നു പോകുമ്പോ അതാ ഒരു വാപ്പയെയും മകനെയും കാണുകയാണ്, ഒരു ഉപ്പാനെയും മകനെയും കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. പടച്ചവനെ ഉമർ തങ്ങൾക്ക് അത്ഭുതമായി. വാപ്പയും മകനും ഒരുപോലെ ഇരിക്കുന്നു, കാക്കയെയും കാക്കയുടെ കുഞ്ഞിനെ പോലെ, രണ്ടുപേരും ഒരുപോലെ. കാക്കയ്ക്കൊരു നിറമാണ്, കാക്കയുടെ കുഞ്ഞിനും ഒരു നിറമാണ്, രണ്ടുപേരും വരച്ചു വച്ചതുപോലെ ഇരിക്കുകയാ. അല്ലാഹുവേ പരിഹസിച്ചതല്ല, കറുത്ത നിറമെന്ന് പറഞ്ഞതല്ല. വാപ്പയും മകനും ഒരുപോലെ ഇരിക്കുന്നത് കണ്ടപ്പോ അങ്ങനുണ്ടടോ, ചിലർക്ക് വാപ്പയുടെ അതേ രൂപമാണ്, ചിലർക്ക് ഉമ്മയുടെ അതേ രൂപമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ നടന്നു വരുന്നത് കണ്ട മുത്തുനബി വരുന്നത് പോലെയാ. ഫാത്തിമ നീ ഉപ്പ
ഉപ്പാനെ പോലെയാ, ഉപ്പയുടെ മകളെ എന്നാ ഫാത്തിമയെ വിളിച്ചിരുന്നത്. അല്ലാഹുവേ, ഉമർ തങ്ങൾ ചോദിക്കുന്നു, വാപ്പയും മകനും ഒന്നുപോലെ ഇരിക്കുന്നല്ലോ. ആ സമയത്ത് ഉമർ തങ്ങളോട് പറയുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, ഈ മകൻ ആരാണെന്നറിയോ? ഈ മോൻ ആരാണെന്നറിയോ? ഇവനെ എങ്ങനെ കിട്ടിയതാണെന്നറിയോ? ഇവൻ അല്ലാഹു എനിക്ക് എങ്ങനെ തന്നതാണെന്നറിയോ? പെങ്ങളെ, ഉമർ തങ്ങളോട് ആ മനുഷ്യൻ അവിടുന്ന് ചരിത്രം പറഞ്ഞു കൊടുക്കുകയാ. എന്താ ചരിത്രമെന്നറിയോ? വാപ്പാനെ വരച്ചു വെച്ചിരിക്കുന്നത് പോലെ ആ പൊന്നുമോന് അല്ലാഹു കൊടുത്തത് എങ്ങനെയെന്നറിയോ? ആ മനുഷ്യന് യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. ആ മനുഷ്യന് യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാ. തന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. ഗർഭിണിയായ ഭാര്യയോട് സലാം പറഞ്ഞിട്ട് രണാങ്കണത്തിലേക്ക് പോകുമ്പോ സങ്കടത്തോടെ നിൽക്കുന്ന ഗർഭിണിയായ ഭാര്യ, ആ ഭാര്യയുടെ മുഖത്തെ സങ്കടം കണ്ടപ്പോ ആ മനുഷ്യൻ അതാ ഗർഭിണിയായ ഭാര്യയുടെ വയറിലിങ്ങനെ കൈവെക്കുകയാ. യുദ്ധത്തിന് വേണ്ടി പോകുന്ന മനുഷ്യനുണ്ടല്ലോ, പൂർണ്ണ ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിൽ ഇങ്ങനെ കൈവെക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലാ, ഈ കുഞ്ഞിനെ നിന്നെ ഏൽപ്പിക്കുന്നു തമ്പുരാന്, ഈ കുഞ്ഞിനെ നിന്നെ ഏൽപ്പിക്കുന്നു തമ്പുരാന്, എന്റെ പൊന്നുമോനെ നീ നോക്കണേ അല്ലാ. പിതാവ് അതാ ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിൽ കൈവച്ചിട്ട് പറയുകയാണ്, യുദ്ധത്തിന് പോയി സഹോദരാ, യുദ്ധത്തിന് പോയി സഹോദരാ. ആ സ്വഹാബി പടച്ചവനെ, ആ മനുഷ്യൻ തിരിച്ചു വരുമ്പോ ആ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ടു പോയി. ആ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ടു പോയി. ഗർഭിണിയായ ഭാര്യ മരണപ്പെട്ടു പോയി. ആ പെണ്ണിന്റെ ജനാസ കുളിപ്പിക്കുകയാണ്. ആ ഗർഭിണിയായ പെണ്ണ് മരിച്ചടോ. ആ പെണ്ണ് ഗർഭിണിയായ രീതിയിൽ മരണപ്പെട്ടു. ആ പെണ്ണിന്റെ ജനാസ കുളിപ്പിച്ചു കഫം പൊതിയുകയാണ്. നിസ്കാരം കഴിഞ്ഞു. അല്ലാഹുവേ, 6 അടി മണ്ണിലേക്ക് ജനാസ ഇറക്കി വെക്കുകയാ. ജനാസ കബറിലേക്ക് ഇറക്കി വെച്ചു. അല്ലാഹുവേ, പലക നിരത്തി മണ്ണിട്ട് മൂടി. എല്ലാവരും മടങ്ങിപ്പോയപ്പോ, രാത്രിയായപ്പോ പള്ളിപ്പറമ്പിൽ ഒരു പ്രകാശം കാണുകയാ. പള്ളിപ്പറമ്പിൽ ഒരു പ്രകാശം കാണുകയാ. ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാണ്. ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാണ്. അല്ലാഹുവേ, പള്ളിപ്പറമ്പിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. ആകാശത്ത് ഖബറങ്കാട്ടിൽ ഒരു പ്രകാശം കാണുകയാണ്. ജനങ്ങളോടി ചെന്നപ്പോ ആ മരിച്ചു ഖബറിനകത്ത് കിടക്കുന്ന പെണ്ണിന്റെ ഖബറ് പിളർന്നിരിക്കുകയാ. ആ ഖബറ് പിളർന്നിരിക്കുന്നടോ. ആ മരിച്ചു കിടക്കുന്ന പെണ്ണിന്റെ ചാരത്ത് ഒരു പൊന്നുമോൻ കിടന്ന് കരയുകയാണ്. ആ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന ആ പെണ്ണിന്റെ വയറിനകത്ത് കിടന്നിരുന്ന കുഞ്ഞ് കിടന്ന് കരയുകയാണ്. അല്ലാഹുവേ, ആ പൊന്നുമോനെ കോരിയെടുക്കുകയാ. ആ പൊന്നുമോനെ കോരിയെടുക്കുകയാ. ആ സമയത്ത് പടച്ചവരെ, ആകാശത്ത് നിന്നൊരശരീരി കേൾക്കുകയാണ്. അല്ലാഹുവേ, ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിൽ കൈവച്ചിട്ട് പടച്ചവനോട് പറഞ്ഞു, അല്ലാ, എന്റെ പൊന്നുമോനെ നീ നോക്കണേ അല്ലാ, എന്റെ പൊന്നുമോനെ നിന്നെ ഏൽപ്പിക്കുന്നു അല്ലാ. പടച്ചവരെ, നീ നിന്റെ ഭാര്യയെ കൂടെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരവസ്ഥ വരില്ലായിരുന്നു. അല്ലാഹുവേ, ആ മനുഷ്യൻ പറഞ്ഞത്, എന്റെ ഭാര്യയെ നോക്കണേ അല്ലാ, എന്റെ കുഞ്ഞിനെ നോക്കണേ അല്ലാ. തവക്കൽതു അലല്ലാഹ്. അല്ലാഹുവിൽ പരമേൽപ്പിച്ചത് കുഞ്ഞിനെ മാത്രമായിരുന്നു. മോനെ മാത്രമാണ് ഏൽപ്പിച്ചത്, ഭാര്യ ഏൽപ്പിച്ചില്ല. അല്ലാഹുവിനെ ഏൽപ്പിച്ചപ്പോ അല്ലാഹു ആ കുഞ്ഞിനെ തിരിച്ചു കൊടുത്തു. ആ മകനാണ് എന്റെ കൂടെ നിൽക്കുന്നതെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുമ്പോ ഇതുപോലെ 100 കണക്കിന് ചരിത്രമുണ്ടോ. അല്ലാഹുവേ, എത്രയോ
അത്ഭുതകരമായ എത്രയോ ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ആര് കൈവിട്ടാലും അല്ലാഹു കൈവിടൂല, ആര് കൈവിട്ടാലും അല്ലാഹു കൈവിടൂല. പടച്ച റബ്ബിൽ പരമേൽപ്പിച്ചോ, അല്ലാഹുവിൽ പരമേൽപ്പിച്ചോ. പടച്ചവനെ, 11ാമത്തെ പൊന്നുമോനെ നഷ്ടപ്പെട്ടു പോയി, കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോഴും അല്ലാഹുവേ എന്റെ യൂസുഫ് എന്ന് പറയുന്ന മകൻ മരണപ്പെട്ടിട്ടില്ല, അവൻ ജീവിച്ചിരിപ്പുണ്ട്, അവൻ ഒരിക്കൽ തിരിച്ചു വരും, അവൻ ഒരിക്കൽ തിരിച്ചു വരും, ഒരിക്കലും അല്ലാഹു എന്നെ കൈവിടൂല. യാക്കൂബ് നബി കാത്തിരുന്നപ്പോ പെങ്ങളെ കരഞ്ഞ് 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 കണ്ണിന്റെ കാഴ്ച പോലും പോയി. മക്കള് പറയും, ബാപ്പാ ഇതെന്തൊരവസ്ഥയാ ബാപ്പാ എന്ന് മക്കള് പോലും പറയുന്ന അവസ്ഥയിൽ കരഞ്ഞിട്ടും അല്ലാഹുവിൽ പ്രതീക്ഷ വിട്ടില്ല. അല്ലാഹു യാക്കൂബ് നബിക്ക് യൂസുഫ് നബിയെ തിരിച്ചു കൊടുത്തടോ. ചരിത്രം പഠിപ്പിക്കുമ്പോ അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, മക്കളെ അല്ലാഹനെ ഏൽപ്പിച്ചോ, അല്ലാഹനെ കുറിച്ച് പഠിപ്പിച്ചോ. ഇന്നത്തെ മക്കൾക്ക് അല്ലാഹനെ കുറിച്ച് അറിയില്ല, അല്ലാഹുവാണ് സർവ്വതും ചെയ്തു തരുന്നതെന്നുള്ള ചിന്തയില്ല, മതിമറന്നു നടക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് അല്ലാഹനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്. മുൻഗാമികൾ അങ്ങനായിരുന്നു. അല്ലാഹ് ആരാണെന്ന് പ്രായമുള്ള നിനക്കറിയില്ല, എന്നാ പണ്ടത്തെ ആൾക്കാർക്ക് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അല്ലാഹ് ആരാണെന്ന് അറിയുമായിരുന്നു. ഭക്ഷണം തരുന്നവൻ അല്ലാഹുവാണ്, സമ്പത്ത് തരുന്നവൻ അല്ലാഹുവാണ്, സർവ്വതും തരുന്നവൻ അല്ലാഹുവാണ്. എനിക്കെഴുതിയത് എനിക്കല്ലാതെ വേറെ ആർക്കും കിട്ടൂല. പഠിക്കണേ സഹോദരാ. എന്തിനാ വാശിയും വൈരാഗ്യവും ശത്രുതയും എന്തിനാ സഹോദരാ? സ്വന്തം കൂടപ്പറപ്പിനെ നശിപ്പിക്കാൻ സിഹിർ ചെയ്യുന്നവരുണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടോ. നിങ്ങൾ നിസ്സാരമായി ചെയ്യുന്ന ഒരു കാര്യം കാരണം തകർന്നു പോകുന്നതൊരു കുടുംബമാ, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാ, ഒരു കുടുംബത്തിന്റെ സ്വപ്നമാ. 101 രൂപയും ഒരു മുട്ടയും മതി പെങ്ങളെ, നീ അത് ചെയ്തിട്ട് നടക്കും. പക്ഷേ അതിലൂടെ അവർക്കുണ്ടാകുന്ന നാശം എന്താണെന്ന് നിനക്കറിയില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു നിനക്കെഴുതിയത് നിനക്കേ കിട്ടൂ, അല്ലാഹു എനിക്കെഴുതിയത് എനിക്കേ കിട്ടൂ. എനിക്കുള്ളത് നിനക്ക് കിട്ടൂല, നിനക്കുള്ളത് എനിക്കും കിട്ടൂല. ചിന്തയാ വേണ്ടേ? അല്ലാഹു എനിക്ക് തന്നത് എനിക്ക്, നിനക്ക് തന്നത് നിനക്ക്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നബിതങ്ങളുടെ കാലഘട്ടത്തിൽ അല്ലാഹു ഓരോരുത്തർക്കും ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾ ആടും മേച്ചു പോകുന്ന സമയത്ത് ഒരു ചെന്നായ വന്നിട്ട് ഒരാടിനെ പിടിച്ചു. ആ ആടുകളുടെ ഇടയിൽ നിന്ന് ഒരു ആടിനെ പിടിച്ചിട്ട് ചെന്നായ ഓടുക. ഈ ചങ്ങാതിയാണെങ്കിൽ ബാക്കിയുള്ള ആടിനെ മുഴുവനും വിട്ടിട്ട് ആ ചെന്നായിയുടെ പുറകിൽ ഓടുകയാണ്. കമ്പും കാലും എടുത്ത് കല്ലെറിയുന്നുണ്ട്, കമ്പെറിയുന്നുണ്ട്. ചെന്നായി നിൽക്കണില്ല, ഓടുന്നുണ്ട്. ഈ ചങ്ങാതി പുറകിൽ ഓടുകയാണ്. എത്രയൊക്കെ നോക്കിയിട്ടും സ്പീഡിൽ ഓടിയിട്ടും ഈ മനുഷ്യൻ ആ ചെന്നായിയെ വിടുന്നില്ല. അവസാനം ചെന്നായിക്ക് മനസ്സിലായി, ഇവൻ എന്നെ വിടൂല. ചെന്നായി എന്ത് ചെയ്തു? ഓടിപ്പോകുന്ന ചെന്നായി പിടിച്ചിരുന്ന ആടിനെ താഴെയിട്ടു. എന്നിട്ട് തിരിച്ചു നിന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, അത്രേ, എനിക്ക് എൻ്റെ റബ്ബ് തന്ന റിസ്ക് തട്ടിപ്പറിക്കാനാ നീ വരുന്നേ, എത്ര ഓടിയാലും നിനക്ക് കിട്ടൂല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എത്ര മനുഷ്യനെ പഠിക്കേണ്ടത്? ആ ചെന്നായ പിടിച്ചുകൊണ്ട് പോകുന്ന ആടും പിടിച്ചുകൊണ്ട് പോകുന്ന എൻ്റെ പുറകിലോടുക. അവസാനം ചെന്നായി തന്നെ പറഞ്ഞു കൊടുത്തോടാ, ചങ്ങായി, എൻ്റെ റബ്ബ് എനിക്ക് എഴുതിയ റിസ്ക്കായത്, നീ വന്നാ കിട്ടൂല, നീ നിന്റെ പണി നോക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് ഈ ചേറൂരിൽ ഏതോ ഒരു വീട്ടിൽ എനിക്ക് തിന്നാനുള്ള ഭക്ഷണത്തിൽ അള്ളാഹു എൻ്റെ പേരെഴുതിയിട്ടുണ്ട്. ഞാൻ അവിടെ പോയി അത് കഴിക്കും. നിങ്ങൾ ആരെങ്കിലും കഴിക്കുമോ? പറ. പത്തനാപുരത്ത് കിടന്ന എനിക്ക് ഇന്ന് ഈ ചേറൂരിൽ, ഉസ്താദിൻ്റെ വീട്ടിലാണെന്ന് തോന്നുന്നു അല്ലേ, എനിക്ക് ആരുടെ വീട്ടിൽ ഭക്ഷണം എഴുതിയിട്ടുണ്ട്, എൻ്റെ പേരെഴുതിയിട്ടുണ്ട്. ആ ഭക്ഷണം ഞാനേ കഴിക്കൂ, നിങ്ങളാരും കഴിക്കൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പേരെഴുതിയ ഭക്ഷണം നിങ്ങൾ ആരെങ്കിലും കഴിക്കുമോ? നിങ്ങളുടെ ആരുടെയെങ്കിലും പേരെഴുതിയത് ഞാൻ കഴിക്കുമോ? ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കുക. ഓരോരുത്തർക്കും അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മക്കളെ പഠിപ്പിക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ടത്തെ കൊച്ചു കുട്ടികൾക്ക് ഇതൊക്കെ അറിയാമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്ന എത്രയോ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചവരാ, എത്രയോ സംഭവങ്ങൾ നമ്മൾ പഠിച്ചവരാ. എടോ, അള്ളാഹുവിൽ ഒരാൾ പ്രതീക്ഷ വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു കൈവിടൂല.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രങ്ങൾ പഠിക്കുന്നു. ഒരു മനുഷ്യൻ, ഒരു വലിയ മഹാൻ, ആ മഹാനിനെ കാണാൻ വേണ്ടി നാട്ടുകാർ കടന്നു വന്നു. നാട്ടിലെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഞങ്ങൾ ഹജ്ജിന് പോവാ, നിങ്ങൾ വരുന്നുണ്ടോ? ഞങ്ങൾ ഹജ്ജിന് പോവാ. മഹാന്റെ പേര് ഞാൻ മറന്നുപോയി. ആ മഹാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു വലിയ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഹജ്ജിന് പോകുന്നുണ്ട്, നിങ്ങൾ വരുന്നുണ്ടോ? മഹാനവറുകൾ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. സത്യം പറഞ്ഞാൽ വീട്ടിലെ മഹാനവറുകൾ, മക്കളും ഭാര്യ എല്ലാവരും ഇരിക്കുന്നുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? എനിക്ക് ഹജ്ജിന് പോകണമെന്ന് ആരുണ്ട്, കുറച്ച് പൈസ ഉണ്ട്, എനിക്ക് ഹജ്ജ് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഭാര്യയും മക്കളും കൂടെ പറയാം, നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം ആരാ നോക്കുക? നിങ്ങൾ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം ആരാ നോക്കുക? ഞങ്ങൾക്ക് ആരാ? ഞങ്ങളുടെ ഭക്ഷണം വേണ്ടേ? പോയി വരുന്നത് വരെ ചെലവിന് വേണ്ടേ? ആരാ ഇത് നോക്കുക? അപ്പൊ ഇങ്ങനെ ഭാര്യയും മക്കളും കൂടെ വീട്ടിലിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ മകളുണ്ടായിരുന്നു. ആ ചെറിയ മകൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്കൊക്കെ ഭക്ഷണം തരുന്ന അള്ളാണോ വാപ്പാണോ എന്ന്? ആ ചെറിയ മകൾ ചോദിച്ച ഒരു ചോദ്യം, നമുക്കൊക്കെ ഭക്ഷണം തരുന്നത് അള്ളാഹുവാണോ അതോ വാപ്പയാണോ? അള്ളാഹു അല്ലേ ഭക്ഷണം തരുന്നത്. വാപ്പാനോട് പറഞ്ഞു, വാപ്പ അള്ളാഹ് നോക്കിക്കൊള്ളും, നിങ്ങൾ പൊക്കോളാൻ. ആ ചെറിയ മകളുടെ മറുപടിക്ക് മുമ്പിൽ മക്കൾ ബാക്കിയുള്ളവരൊക്കെ ഉത്തരം മുട്ടി. അങ്ങനെ ആ മനുഷ്യൻ ഹജ്ജിന് പോയി. കുറച്ചു ദിവസം കഴിഞ്ഞു, വീട്ടിൽ പട്ടിണിയായി, കഴിക്കാൻ ഭക്ഷണമില്ല, വീടിൻ്റെ അകത്ത് പട്ടിണിയായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പൊന്നുമോള് വിശന്നിട്ട് അടുക്കളയിൽ ഉമ്മാൻ്റെ അടുക്കൽ ചെന്ന് ഭക്ഷണം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഭക്ഷണമില്ല. ഈ മോള് കരയുന്നത് കണ്ടപ്പോൾ കൂടപ്പുറപ്പുകളെല്ലാം കൂടെ പറഞ്ഞു, നീ ഒറ്റ ഒരുത്തി കാരണമാ വാപ്പ ഹജ്ജിന് പോയേ. നീ ഒരാളല്ലേ പറഞ്ഞത് അള്ളാഹ് തരുമെന്ന്, അള്ളാൻ്റെ ഇത് മേടിച്ചിരുന്നു. എല്ലാവരും കൂടെ ആ പൊന്നുമോളെ ഒറ്റപ്പെടുത്തി. ആ ചെറിയ മകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു അള്ളാഹ്, എനിക്ക് വിശക്കുന്നു റഹ്മാനെ, എനിക്ക് വിശക്കുന്നു പടച്ചവനെ. ആ പൊന്നുമോൾ അള്ളാൻ്റെ അടുക്കൽ പരാതി പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ വീടിൻ്റെ വാതിലിൽ ആരോ കടന്നിങ്ങനെ തട്ടുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ പറയുന്നു, എനിക്ക് കഴിക്കാൻ വല്ലതും താ, എനിക്കൊന്നുമില്ല, കുടിക്കാൻ ഒത്തിരി വെള്ളമെങ്കിലും താ. ഇവിടെ പറഞ്ഞു കഴിക്കാൻ എന്തെങ്കിലും തരാൻ. അപ്പൊ പറഞ്ഞു കഴിക്കാൻ ഒന്നുമില്ല, എന്താ കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും എന്താ? അങ്ങനെ വെള്ളം കുടിക്കാൻ കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാ? നിങ്ങൾ നല്ല പരിചയമുണ്ടല്ലോ. ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, ഞാൻ ഈ രാജ്യത്തെ ഭരണാധികാരിയാ. വേട്ടയ്ക്ക് വേണ്ടി പോയപ്പോൾ ആൾക്കാരുടെ ഇടയിൽ നിന്ന് വഴിതെറ്റിപ്പോയി, ഭക്ഷണമില്ല, വെള്ളമില്ല. പടച്ചവനെ, രാജ്യത്തിൻ്റെ ഭരണാധികാരി വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് യാചിക്കുന്നു വെള്ളം തരാൻ. അപ്പോഴാണ് ആ ഭാര്യ പറയുന്നു, സുബ്ഹാനല്ലാഹ്. അപ്പോൾ ചോദിച്ചു, എന്തേന്ന്? ഇന്നലെ എൻ്റെ മകള് വീടിൻ്റെ അകത്ത് തിന്നാനില്ലാതെ എൻ്റെ വീടിനകത്തിരുന്ന് കരഞ്ഞു. ഇന്ന് നേരം വെളുത്തപ്പോൾ ഭരണാധികാരി എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് കൈ നീട്ടുന്നു. സുബ്ഹാനല്ലാഹ്, ഇതെന്താ? അപ്പോൾ ചോദിച്ചു, ഇത് ആരുടെ വീടാ? പറഞ്ഞു കൊടുത്തു, ഇന്ന മഹാനിൻ്റെ വീടാ. പ്രിയപ്പെട്ടവരെ, പട്ടാളക്കാർ മുഴുവനും ഓടി വന്നു. ഭരണാധികാരി തൻ്റെ അരയിലിരുന്ന സ്വർണ്ണ നാണയം എടുത്ത് വീടിന് മുമ്പ് വെച്ചു. എല്ലാവരും, എന്നെ ഇഷ്ടപ്പെടുന്നവർ മുഴുവനും, കയ്യിലുള്ളത് മുഴുവനും ഇവിടെ വെക്ക്, എല്ലാവരും അവിടെ വെച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് വീടിൻ്റെ മുമ്പിൽ സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് നിറഞ്ഞു. അപ്പോഴും ആ മകളിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മകൾ അപ്പോഴും ഇരുന്ന് കരയുക. അപ്പൊ രാജാവ് പൊന്നുമോളെ വിളിച്ചിട്ട് ചോദിച്ചു, ഇനി എന്തിനാ നീ കരയണേ? മരിക്കുന്ന കാലം വരെ തിന്നാനുള്ളത് കിട്ടിയല്ലോ, ഇനി മരിക്കുന്ന കാലം വരെ സന്തോഷത്തോടു കൂടി കഴിയാനുള്ളതൊക്കെ കിട്ടിയല്ലോ, ഇനി എന്തിനാ കരയണേ? അപ്പൊ ആ പൊന്നുമോള് പറയുകയാ, എടാ, അള്ളാഹുവിൻ്റെ ഒരടിമ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ളത് കിട്ടി. അപ്പോൾ അള്ളാഹ് തന്നാലോ? അതാ ചിന്തിക്കേണ്ടത്. പടച്ചവനെ കുറിച്ച് നമ്മൾ പഠിക്കണം, കുട്ടികൾക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അത് നമ്മുടെ കടമയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ, യതീംഖാന ബഹുമാന്യരായ സയ്യിദന്മാർ, പാണക്കാട് തെങ്ങന്മാർ തങ്ങളുടെ പ്രഭാഷണത്തിൽ അവരൊരു കുടുംബം പോലെ തലമുറകൾ കൈമാറി അൽഹംദുലില്ലാ ഈ സ്ഥാപനം ഇങ്ങനെ കടന്നു പോകുന്നു. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ പഠിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാ. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്കണം, ആദരിക്കാൻ പഠിക്കണം. തങ്ങന്മാരാകട്ടെ, അത് പാണക്കാട് തങ്ങന്മാരാകട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള തങ്ങന്മാരാകട്ടെ, സയ്യിദന്മാരാകട്ടെ, ആരുമാകട്ടെ, എല്ലാവരെയും ബഹുമാനിക്കാനും ആദരിക്കാനും നമ്മൾ പഠിക്കണം. അവരും അല്ലാഹുവിന്റെ അഹ്ലു ബൈത്താണ്, നബിതങ്ങളുടെ കുടുംബമാണ്. നമ്മൾ എന്തെങ്കിലും വാശിയും വൈരാഗ്യവും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പലതും പറയും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് അവനവന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി, ഇപ്പൊ എല്ലാം അധികാരത്തിന്റെ കാലമാ, സ്ഥാനമാനങ്ങളുടെ കാലമാ, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വേണം, അതിനു വേണ്ടിയിട്ട് എന്തും പറയാൻ നമ്മൾ തയ്യാറാകുന്നു.
ഏത് വൃത്തികെട്ട വഴികളും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. അധികാരമോഹം നമ്മളെ വല്ലാതെ കാർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അധികാരം വേണം, അതിനുവേണ്ടി ആരെയും എന്തും പറയുന്നൊരു സ്വഭാവം, അതെല്ലാം കളയണം. അധികാരമോഹം നല്ലതല്ലടോ, ഒരിക്കലും അധികാരമോഹം നല്ലതല്ല. അതിന് ഏറ്റവും വലിയ മോഹം എന്താ? ഈ അധികാരം അത് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് നമ്മൾ പഠിക്ക്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിച്ചു നോക്ക്. അധികാരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടി എന്തും ചെയ്യുന്നവർ, നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താ? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പഠിക്കണം. ആരാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്? കോടീശ്വരനായിരുന്നു. അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുത്ത മനുഷ്യനാ. നിങ്ങൾ ആ മനുഷ്യനെ കുറിച്ച് പഠിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്ഥാപനത്തിൽ 150ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന യതീമായ മക്കൾ, ആ മക്കളെ കുറിച്ച് നിങ്ങൾ പഠിക്ക്. അവരെ സഹായിക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താ? അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യതീമായ മക്കളെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം. അവരുടെ മഹത്വം നമ്മൾ അറിയണം. യതീമായ കുട്ടികളുടെ മഹത്വം അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഓരോരുത്തരും അവരെ തേടിപ്പോയനെ. അൽഹംദുലില്ലാഹ്, യതീമായ മക്കളുടെ മഹത്വം നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ വല്ലാഹി സത്യം നമ്മൾ അവരെ തെരഞ്ഞു നടന്നേനെ. നമുക്ക് യതീമിന്റെ മഹത്വം അറിയില്ല. യതീമിന്റെ മഹത്വം എന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന് ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടിയല്ലോ, ഒരു വർഷം നമ്മൾ നിന്ന് വിട പറഞ്ഞ് മരണത്തിലേക്ക് ഒരു കൊല്ലം കൂടെ ഞാനും നിങ്ങളും അടുത്തിരിക്കുകയാ. ജീവിതത്തിൽ ചെയ്ത പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പ വഴി പറയട്ടെ. മക്കത്ത് പോയിട്ട് ഹജറുൽ അസ്വദ് മുത്തിയാൽ അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മക്കത്ത് പോയിട്ട് ഹജറുൽ അസ്വദ് മുത്തിയാ മതി, നമ്മുടെ പാപം പൊറുക്കും. പക്ഷേ ലക്ഷങ്ങൾ മുടക്കി അവിടെ പോയാ അത് ഫ്രീ ആയിട്ട് കിടക്കുവല്ല, ഓടിപ്പോയി മുത്താൻ. എന്നാൽ എൻ്റെ സഹോദര, നിന്റെ പാപം പൊറുക്കാനുള്ള ഒരു വഴി 150 വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. യതീമായ 150 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ആ 150 മക്കളിൽ ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ തലയിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തടകിയാ മതി. ആ യതീമായ മക്കളുടെ തലയിൽ കൈ വെച്ചിട്ട് നീ ഒന്ന് തടക്. ആ യതീമായ കുഞ്ഞുങ്ങളുടെ തലയിൽ നീ കൈവച്ച് തടകിയാൽ എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ആ യതീമായ മക്കളുടെ തലയിലൊന്ന് കൈവച്ചിട്ട് ഇങ്ങനെ തടക്. ഫോട്ടോ എടുക്കരുത്, അത് വേറെ. ആ മക്കളോട് അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് നിങ്ങൾ തലയിൽ കൈവച്ച് തടകിയാൽ എത്ര രോമം നിങ്ങളുടെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അള്ളാഹു പുറത്തു തരും. അതാണ് യതീം. അന വഖാഫിൽ യതീമി ഫി ജന്നതി ഹകദ. യതീമിനെ സ്നേഹിക്കുന്നവൻ, യതീമിനെ ഇഷ്ടപ്പെടുന്നവൻ, യതീമിനെ സഹായിക്കുന്നവൻ സ്വർഗ്ഗമുണ്ടെന്നല്ല പറഞ്ഞത്, അവൻ സ്വർഗ്ഗത്തിൽ എൻ്റെ കൂട്ടുകാരനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ പ്രതിഫലം. 150 മക്കൾ ഇവിടെയുണ്ട്. ആ മക്കൾക്ക് ഒരാൾക്ക് 3000 രൂപ ഒരു മാസം 3000 രൂപ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കുട്ടികൾക്ക് ഒരു കൊല്ലം 36,000 രൂപ. ഈ മക്കളെ നമ്മൾ ഏറ്റെടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? പെങ്ങളെ, വെറുതെയല്ല പൊന്നുമോളെ, വല്ലാത്ത പ്രതിഫലമാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബിയുടെ ചരിത്രം അറിയുമോ? ഒരിക്കൽ നബി തങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ. നബി തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അശ്റത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. പടച്ചവരെ, ഒരിക്കൽ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനൊരു യാത്ര പോകുകയാണ് നബിയേ, ഞാനൊരു യാത്ര പോകുകയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് യാത്ര പറയുകയാണ്. നാളെ നേരം വെളുത്താ ഞാനൊരു യാത്ര പോവുകയാണ്. പടച്ചവനെ, ഒരുങ്ങി വരാൻ നബി തങ്ങൾ പറയുകയാണ്. അല്ലാഹുവേ, അങ്ങനെ സ്വഹാബി പിരിഞ്ഞു പോയി. അന്ന് രാത്രിയിൽ നബി തങ്ങളുടെ മുമ്പിൽ മുഖറബുൽ അംലാക്കും മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി വരികയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് നാളെ രാവിലെ യാത്ര പോവുകയാണ്. നല്ലതുപോലെ യാത്രയാക്ക് നബിയേ, സന്തോഷത്തോടെ യാത്രയാക്ക് നബിയേ. ഇനി തിരിച്ചു വരില്ല നബിയേ, അവസാന യാത്രയാണ് നബിയേ, ഇത് അവസാനത്തെ യാത്രയാണ് നബിയേ, ഇനി തിരിച്ചു
തിരിച്ചു വരില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നബി തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. കാരണം ദീനിനെ ഒരുപാട് സഹായിക്കുന്ന സ്വഹാബിയാ. നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. നേരം വെളുത്തു, നബി തങ്ങളുടെ മുമ്പിൽ വന്ന് യാത്ര പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് യാത്ര പറഞ്ഞിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കൂടെ പോയി, നബി തങ്ങൾ കൂടെ പോയി. അവസാനം വാഹനത്തിൽ കേറാ സമയമായപ്പോ അല്ലാഹുവിന്റെ റസൂലൊന്ന് കെട്ടിപ്പിടിക്കുകയാ. നബിതങ്ങളൊന്ന് കെട്ടിപ്പിടിച്ചടോ. കാരണം ഇനി തിരിച്ചു വരില്ലല്ലോ. അല്ലാഹുവേ, സ്വഹാബത്തിന് പോലും ചോദിച്ചു, അവസാന യാത്ര പറയുന്നത് പോലെ എന്തേ നബിയേ, എന്തേ നബിയേ? അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. പടച്ചവനെ, മാസങ്ങളായി ആഴ്ചകൾ കഴിഞ്ഞു. ഒരിക്കൽ മസ്ജിദുൻ നബവിയിൽ നബിതങ്ങൾ ഇരിക്കുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ മുമ്പിലേക്ക് ചിരിക്കുന്ന മുഖത്തോടെ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് നബി തങ്ങളോട് സലാം പറഞ്ഞുകൊണ്ട് ജീവനോടെ കേറി വരികയാ. നബി തങ്ങൾക്ക് വലിയ സന്തോഷമായടോ. ജിബ്രീൽ മരിക്കുമെന്ന് പറഞ്ഞ സ്വഹാബിയാണ് ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നത്. നബി തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീലേ, നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നല്ലോ, എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളും കൂടെയുള്ളവരും പടച്ചവനെ യാത്രയിൽ ഇങ്ങനെ പോയപ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോ വല്ലാത്ത ക്ഷീണമായി. അവർക്കെല്ലാവർക്കും യാത്രയുടെ ക്ഷീണമായി. പടച്ചവനെ അങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്. അപ്പൊ ഒരു ചെറിയ വീട് കാണുകയാണ്. സ്വഹാബത്ത് പടച്ചവനെ ആ വീടിന്റെ മുമ്പിൽ ചെന്നിട്ട് ഞങ്ങൾ ഭക്ഷണം വെക്കാനുള്ള സൗകര്യം ചോദിച്ചു. ആ സമയത്തൊരു പ്രായമായ ഉമ്മ എവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്താ, ഭക്ഷണം വെക്കാനുള്ള സൗകര്യം ചെയ്തു തരുമോ? ആ മാതാവ് പറഞ്ഞു, ഭക്ഷണം ഞങ്ങൾ വെച്ച് തരാം, നിങ്ങൾ പോയി റെസ്റ്റ് എടുക്ക. പടച്ചവനെ, അങ്ങനെ സ്വഹാബത്ത് മുഴുവനും പോയി കിടന്നു. കുറച്ചു സമയം കഴിഞ്ഞ് സ്വഹാബത്ത് എഴുന്നേൽക്കുമ്പോ സുഭിക്ഷമായ ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുകയാണ്. യഥാ സ്വഹാബത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് പറഞ്ഞു, തങ്ങളെ, ആ പ്രായമായ ഉമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇത്രയും ഭക്ഷണം വെക്കാൻ പറ്റൂല. ആ ഉമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇത്രയും ഭക്ഷണം വെക്കാൻ പറ്റൂല. വേറെ ആരോ ആ വീടിന്റെ അകത്തുണ്ട്, വേറെ ആരോ ആ വീടിന്റെ അകത്തുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അങ്ങനെ സംശയം പറഞ്ഞപ്പോ ആ ഉമ്മാടെ വീടിന്റെ മുമ്പിൽ ചെന്നു. ഉമ്മാ, ആരാ ഉമ്മ ഈ ഭക്ഷണം തയ്യാറാക്കിയത്? ആ സമയത്ത് ആ ഉമ്മ പറയുകയാണ്, എനിക്ക് യതീമായ 2 മക്കളുണ്ട്, എനിക്ക് യതീമായ 2 മക്കളുണ്ട്. വിവാഹപ്രായം കഴിഞ്ഞവരാണ്. അവരുടെ വിവാഹം കഴിച്ചു കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. എന്റെ യതീമായ മക്കള് അവിടെ നിന്ന് പറഞ്ഞു, ഉമ്മാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന് ഭക്ഷണം വെച്ചു കൊടുത്താൽ ആ ബർക്കത്ത് കൊണ്ടെങ്കിലും അല്ലാഹു ഞങ്ങൾക്കൊരു ജീവിതം തന്നാലോ. എന്റെ മക്കളാണ് ഭക്ഷണം വെച്ച് തന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. വിവാഹപ്രായം കഴിഞ്ഞ 2 പെൺമക്കൾ വീടിന്റെ അകത്തിരിക്കുകയാണ്. ആ മക്കൾ യതീമായ മക്കളാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചോദിക്കുന്നു, സ്വഹാബാ, ആരാ ഈ പെൺകുട്ടികൾക്ക് ജീവിതം കൊടുക്കുന്നതാരാ? ഈ പെൺമക്കളെ വിവാഹം കഴിക്കുന്നതാരാ? വേണ്ടത് ഞാൻ തരാ, എന്റെ സമ്പത്ത് തരാ. യതീമായ മക്കളെ വിവാഹം കഴിക്കുന്നവർക്ക് ഞാൻ സമ്പത്ത് തരാ. പടച്ചവനെ, അങ്ങനെ 2 സ്വഹാബികൾ വിവാഹം കഴിക്കുകയാണ്. വേണ്ടത് മുഴുവൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ കൊടുത്തടോ. പെങ്ങളെ, അപ്പോഴാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ
സുദ്ദീൽ അസ്റായിൽ റൂഹ് പിടിക്കാൻ ഇറങ്ങി വരികയാ. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ ഇറങ്ങി വരികയാ. അപ്പോഴാണ് യതീമായ രണ്ട് പെൺകുട്ടികൾ വീടിന്റെ അകത്തിരുന്നിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. അല്ലാഹ് ഞങ്ങളെ സഹായിച്ച, ഞങ്ങൾക്കൊരു ജീവിതമുണ്ടാക്കി തന്ന ഈ മനുഷ്യന് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഈ മനുഷ്യനെ നീ കൈവിടല്ലേ അല്ലാഹ്. യതീമായ രണ്ട് പെൺകുട്ടികൾ വീടിന്റെ അകത്തിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോ അല്ലാഹു പറഞ്ഞു, അസ്റായീലേ തിരിച്ചു വാ. അസ്റായീൽ അവിടുന്ന് തിരിച്ചു വിളിക്കുകയാണ്. അല്ലാഹു ആയുസ് നീട്ടിക്കൊടുത്തു. പെങ്ങള് യതീമായ രണ്ട് പെൺമക്കൾക്ക് വിവാഹം കഴിക്കാൻ സഹായം കൊടുത്തപ്പോ അല്ലാഹുവേ ആ സ്വഹാബിയുടെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ആ സ്വഹാബി പിന്നെ ഒരുപാട് കാലം ജീവിച്ചടോ. ഈ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, അധികാരം ഇഷ്ടപ്പെടുന്നവരുണ്ടടോ, അധികാരം മോഹിക്കുന്നവരുണ്ടടോ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ ചരിത്രം നിങ്ങൾക്കൊരു പാഠമാണോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ നബി തങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. നബി തങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുമ്പോ പല കാര്യങ്ങളും ചോദിച്ചിരുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോടാണ്. പല കാര്യങ്ങളും അവിടുന്ന് ചോദിച്ചത്. അവസാനം അബൂബക്കർ തങ്ങളുടെ മരണമെടുത്തപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ ഖലീഫയാക്കാം, നിന്നെ ഞാൻ ഖലീഫയാക്കാം, നിന്നെ ഇസ്ലാമിന്റെ ഖലീഫയാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞു, എനിക്കതിനുള്ള അവകാശമില്ല, എനിക്കതിനുള്ള അർഹതയില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമറിന്റെ പേര് പറയണം, ഖലീഫയായിട്ട് ഉമറിന്റെ പേര് പറയണം, എനിക്കതിനുള്ള അർഹതയില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുകയാണ്, അതാ ഉമറിന്റെ പേര് പറയാൻ. അങ്ങനെ ഉമർ തങ്ങൾ അതാ അബൂബക്കർ തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഉമർ തങ്ങളുടെ പേര് പറഞ്ഞു. രണ്ടാമത്തെ ഖലീഫയായി ഉമർ തങ്ങൾ അധികാരമേറ്റു. പടച്ചവനെ, ഉമർ തങ്ങളും മരണമെടുത്തപ്പോ 6 പേരുടെ പേരെഴുതി വെച്ചു. രണ്ടടുത്ത ഖലീഫയാകാൻ അർഹതയുള്ള 6 പേരുടെ പേരെഴുതി വെച്ചു. ആ 6 പേരിൽ ഒന്നാമത്തെ സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാ. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി പുതിയ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചാടി എഴുന്നേറ്റിട്ട് ഓടിച്ചെന്ന് ഉസ്മാൻ തങ്ങളുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഖലീഫയാകാനുള്ള അർഹത ഉസ്മാനിനാണ്. തന്റെ പേര് പറയാതിരിക്കാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ആദ്യം തന്നെ ചാടി എഴുന്നേറ്റ് പോയി ഉസ്മാൻ തങ്ങളുടെ കൈ പിടിച്ചു. ഉസ്മാനാണ് അർഹത. അങ്ങനെ ഉസ്മാൻ തങ്ങൾ ഖലീഫയായി. പടച്ചവനെ, അവസാനം ഉസ്മാൻ തങ്ങൾ രോഗങ്ങൾ പിടിച്ചു മരണമെടുത്തെന്ന് മനസ്സിലാകുമ്പോ ഉസ്മാൻ തങ്ങൾ എഴുതി വെക്കുകയാണ്, അല്ലാഹുവേ, ഉസ്മാൻ തങ്ങൾ അവിടെ നിന്ന് എഴുതി വെക്കുകയാണ്, അല്ലാഹ് അടുത്ത ഖലീഫയാകാൻ അടുത്ത ഖലീഫയുടെ പേരെഴുതി വെക്കുകയാണ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ ഖലീഫയാക്കണമെന്ന് ഉമർ തങ്ങൾ എഴുതി. അതാ ഉസ്മാൻ തങ്ങൾ എഴുതി വെക്കുകയാണ്. റബ്ബേ, ഈ വാർത്ത അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് ആ എഴുതിയ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, അടുത്ത ഖലീഫ നിങ്ങളാ, അടുത്ത ഇസ്ലാമിന്റെ 4ാമത്തെ ഖലീഫ നിങ്ങളാ, നിങ്ങളുടെ പേര് ഉസ്മാൻ തങ്ങൾ എഴുതി വെച്ചെന്ന് പറയുമ്പോ അല്ലാഹുവേ,
അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫിന്റെ മുറ്റത്ത് ചെന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. ഉസ്മാൻ തങ്ങൾ അടുത്ത ഖലീഫയായി എന്റെ പേരെഴുതി വെച്ചിരിക്കുന്നു റബ്ബേ, എനിക്കതിനുള്ള അർഹതയില്ല റബ്ബേ, എനിക്കതിനുള്ള അർഹതയില്ല റബ്ബേ. അതുകൊണ്ട് നാദാ ഉസ്മാൻ തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് എന്നെ മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ ഉസ്മാൻ തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് എന്നെ മരിപ്പിക്കണേ അല്ലാ. അധികാരം പേടിച്ചടോ, അധികാരം പേടിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ അതിനെ കണക്ക് പറയണമെന്നുള്ള ഭയം കാരണം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ അവിടുന്ന് മുത്തുനബിയുടെ റൗളയുടെ മുമ്പിലിരുന്ന് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്ത് ഉസ്മാൻ തങ്ങൾ മരിക്കുന്നതിന് മുമ്പേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ലോകത്തോട് വിട പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാ ഞാനിത് പറഞ്ഞതെന്നറിയോ? അവനവന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി, അവനവന്റെ സ്ഥാനമാനങ്ങൾ കിട്ടാൻ തങ്ങന്മാരെ കുറ്റപ്പെടുത്തുന്നവരുണ്ടടോ, സയ്യിദന്മാരെ പരിഹസിക്കുന്നവരുണ്ടടോ, ആലിമീങ്ങളെ നാണം കെടുത്തുന്നവരുണ്ടടോ. വേണ്ട സഹോദരാ, അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലിന്റെ രക്തമാ, മുത്തുനബിയുടെ കുടുംബമാ, സയ്യിദന്മാരാരാകട്ടെ, അത് പാണക്കാട് തങ്ങന്മാരാകട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള തങ്ങന്മാരാകട്ടെ, എല്ലാവരും അഹ്ലു ബൈത്താ, എല്ലാവരും തങ്ങന്മാരാ. മക്കളെ കളിക്കല്ലേ, നാണം കെടുത്തല്ലേ, തോന്നിവാസം പറയല്ലേ. അവസാനം ഇന്ന് നിന്റെ കൂടെ നിൽക്കാൻ എല്ലാവരും ഉണ്ടാകും ചെറുപ്പക്കാരാ. അവസാനം നിനക്ക് തിരിയുന്ന ഒരു സമയമുണ്ടോ. കാബുലുൽ അർവാഹു മലക്ക് അസ്റായീൽ നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ടോ. തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കാൻ നോക്കുന്ന സമയത്ത് നിന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണമെന്ന ആഗ്രഹത്തോടെ അത് പറയാ ശ്രമിക്കുമ്പോ നിന്റെ നാവ് പൊങ്ങില്ല വാപ്പാ, നിന്റെ നാവ് പൊങ്ങില്ല ചെറുപ്പക്കാരാ. കാരണം മുത്തുനബിയുടെ കുടുംബത്തെയാ നീ കളിയാക്കിയത്, സയ്യിദന്മാരെയാണ് കുറ്റം പറഞ്ഞത്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങള്. വേണ്ടടോ, കുറ്റപ്പെടുത്തല്ലേ. ഈ ദറസിൽ പഠിക്കുന്ന ഒരു മുത്തഅല്ലിമിന് പോലും ബഹുമാനമുണ്ടടോ, അവനെ ബഹുമാനിക്കണേ. ഒരു മുത്തഅല്ലിം കുഞ്ഞാണെന്ന് പറഞ്ഞവനെ നിസാരമാക്കരുത്. അവന്റെ മനസ്സ് വേദനിപ്പിച്ചാ പോലും പടച്ച റബ്ബ് വെറുതെ വിടൂല. അതുകൊണ്ട് സഹോദരങ്ങള്, എല്ലാവരെയും ആദരിക്കാൻ പഠിക്ക്, എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്ക്, എല്ലാവരെയും സ്നേഹിക്കാൻ പഠിച്ച് എല്ലാവരും ഐക്യത്തോടെ ഒരുമിച്ച് നിൽക്ക്. എല്ലാവരും സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരാണല്ലോ, ആദർശം മുറുകെ പിടിക്കുന്നവരാണല്ലോ. അൽഹംദുലില്ലാഹ്, 100-ാം വാർഷികം വരികയാ. സമസ്തയുടെ 100-ാം വാർഷികം വരുമ്പോ പടച്ചവരെ സുന്നികൾ ഒരുമിച്ച് കൂടേണ്ടതാണല്ലോ. കാസർഗോഡ് കുണിഞ്ചയിൽ കോടി ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരുമിക്കുമ്പോ സയ്യിദന്മാരും പണ്ഡിതന്മാരും ആലിമീങ്ങളും മഹാഫുലീങ്ങളും സംഘടനകളും പാർട്ടികളും മറന്നിട്ട് അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുന്ന സുന്നത്തിന്റെ അഹ്ലുകാര് പടച്ചവരെ കാസർഗോഡ് ഒരുമിച്ച് കൂടുമ്പോ ആ മജ്‌ലിസിൽ പങ്കെടുക്കാൻ തയ്യാറാക്. അതിനുവേണ്ടി പരിശ്രമിക്ക്, അതിനുവേണ്ടി പരിശ്രമിക്ക്, അതിന്റെ വിജയത്തിന് വേണ്ടി ദുആ ചെയ്യ്. അവസാനം അല്ലാഹ് 8-ാം തീയതി വൈകുന്നേരം അവസാനിക്കുമ്പോ അല്ലാഹുവേ
ആരൊക്കെ ഇതിനു വേണ്ടി പരിശ്രമിച്ചോ നീ അവർക്ക് നല്ല മരണം കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുമ്പോ അതിനകത്തൊരു ആമീൻ വേണ്ടേ, അതിനകത്തൊരു നിമിഷമെങ്കിലും ചെലവഴിച്ചവരാകണ്ട്. അതിനു വേണ്ടി പരിശ്രമിക്ക്, എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ ആയുസ് പടച്ച റബ്ബ് നീട്ടിക്കൊടുത്തത് ഒരു യതീമായ 2 പെൺകുട്ടികളുടെ ദുആയാ. അതുകൊണ്ട് ഈ സദസ്സിനോട് പറയുകയാണ്, 150ഓളം മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. എന്ത് നേടിയടോ? 2025 ഇതാ വിട പറയാൻ പോകുകയാണ്. നീ എന്ത് നേടി? ഇപ്പൊ നീ മരിച്ചാൽ നിനക്കൊരു നല്ല മരണം കിട്ടാൻ എന്തേ നിങ്ങളുടെ കയ്യിൽ ചെയ്തു വെച്ചിട്ടുള്ളത്? എന്തേ കയ്യിൽ ചെയ്തു വെച്ചിട്ടുള്ളത്? എന്ത് നേടി വാപ്പാ? ഈ നിമിഷം നീ മരിച്ചു പോയാ നീ ഇത്രയും കാലം നിന്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചല്ലോ. എന്റെ ഉപ്പാനോട് ചോദിക്കട്ടെ, എന്നോട് ദേഷ്യം തോന്നല്ലേ ഉപ്പാ? ഒരു സ്വന്തം മകനെ പോലെ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കാലം അല്ലാഹു തന്ന ആയുസ് മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച ഉപ്പാ, നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നിന്റെ മക്കൾക്കറിയൂല വാപ്പാ. ചോദിക്കു വാപ്പാ, നിന്റെ ജനാസ കുളിപ്പിക്കാൻ നിന്റെ മകനറിയില്ല. ചോദിക്കു പെങ്ങള്, ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം ഇപ്പൊ നിന്റെ ശരീരത്ത് കിടക്കുന്നല്ലോ. ഇന്ന് രാത്രി നീ മരിച്ചാൽ മക്കൾ ആദ്യം ഊരുന്നത് സ്വർണമാണ്, പിന്നെ ബാക്കി ഊരാറുള്ളൂ. ആ പൊന്നുമോൾക്ക് വേണ്ടിയല്ലേ നീ അലമാരിക്കകത്ത് ലോക്കറിൽ നിറച്ചു വെച്ചിരിക്കുന്നത്. നിന്റെ ഉപ്പ നിനക്ക് തന്ന സ്വർണം മക്കൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഉമ്മ ഇന്ന് രാത്രി എങ്ങാണം മരിച്ചു പോയാൽ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു വെക്കുമ്പോ നിന്റെ പൊന്നുമക്കള് കുളിപ്പിക്കുമെന്ന് പറയാ ധൈര്യമുണ്ടോ? ഇല്ല ഉപ്പ, ഇല്ല ഉമ്മ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ യതീമായ മക്കളെ നീ സ്നേഹിക്ക്. ഈ യതീമായ മക്കളെ നിങ്ങൾക്ക് ഉപ്പയില്ലെങ്കിലും ഉമ്മയില്ലെങ്കിലും ഞങ്ങളുണ്ട്. അല്ലാഹുവേ, യതീമായ മക്കളെ സ്നേഹത്തോടെ ഏറ്റെടുത്താൽ അല്ലാഹു തരുന്ന ഒരേ ഒരു പ്രതിഫലം പറയാ. അല്ലാഹു തരുന്ന ഒരേ ഒരു പ്രതിഫലം പറയാ. ലക്ഷങ്ങളുടെ സ്വർണ്ണമിട്ടുകൊണ്ടിരിക്കുന്ന പെങ്ങള് മനസ്സുകൊണ്ട് ചിന്തിക്കുമോള്, ഒരു പെണ്ണിന്റെ മനസ്സു നിനക്കറിയുമല്ലോ, സങ്കടം നിനക്കറിയുമല്ലോ. വാപ്പയില്ലാത്ത ഒരു മകളുടെ സങ്കടം നിനക്കറിയുമല്ലോ. നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് നിന്റെ ഉപ്പാരയല്ലേ? പെൺകുട്ടികൾക്ക് ഉപ്പമാരോട് വല്ലാത്ത ഇഷ്ടപാട്. ആ ഉപ്പയുടെ രക്തം വിയർപ്പാക്കി അധ്വാനിച്ച പണം കൊണ്ടാ നിനക്ക് സ്വർണം വാങ്ങിത്തന്നത്. ആദ്യമായിട്ട് നിന്റെ കാത് കുത്തിച്ചത് നിന്റെ വാപ്പയാ പെണ്ണ്. ഉപ്പ മരിച്ചിന്ന് ഖബറിലല്ലേ, ഉമ്മ മരിച്ചിന്ന് ഖബറിലല്ലേ? നിനക്ക് സർവ്വതം കിട്ടാൻ കാരണക്കാരനാ ഉപ്പയല്ലേ? എന്ത് ചെയ്തിട്ടുണ്ട് മോള്? ആ ഉപ്പാന് വേണ്ടി എന്തേ നീ തിരിച്ച് ചെയ്തു കൊടുത്തത്? അല്ലാഹുവേ, മരിച്ചുപോയ ഉപ്പാടെ മണ്ണറ മണിയറയാകാതെ യതീമായ മക്കളിൽ ഒരാളെ നിനക്ക് ഏറ്റെടുത്തുകൂടെ? ഉസ്താദേ, 3 ഗ്രാം സ്വർണ്ണമല്ലേ? 3 ഗ്രാം സ്വർണ്ണത്തിന്റെ പൈസയല്ലേ ഉള്ളൂ? ഒരു പൊന്നുമോൾക്ക് ഒരു വർഷക്കാലം ഭക്ഷണം കഴിക്കാറ്. ഒരു പൊന്നുമോൾക്ക് 36,000 രൂപ. ഉസ്താദേ, ഒരു പൊന്നുമോളെ എന്റെ ഉപ്പാടെ ഖബർ സ്വർഗമാകാറ്. എന്റെ ഉപ്പയുടെ ഖബർ സ്വർഗമാകാറ്. ഒരു പൊന്നുമോളെ ഞാൻ ഏറ്റെടുക്കാം ഉസ്താദേ. യതീമായ മക്കളുടെ സങ്കടം അറിയില്ലടോ. പടച്ചവനെ, ഈ പരിപാടിക്ക് വേണ്ടി രാവും പകലും ഓടി നടന്ന ഫാറൂഖ് എന്ന് പറയുന്ന സഹോദരൻ സഹോദരന്റെ കഥ എന്നോട് പറഞ്ഞടോ. ഒരിക്കൽ ഞങ്ങൾ 2 പേരും ഒരുമിച്ചിരിക്കുമ്പോ ആ സഹോദരൻ തന്റെ അനുഭവ കഥ എന്നോട് പറഞ്ഞു. വല്ലാത്ത സങ്കടം തോന്നി. യതീമായവരുടെ വിഷമം അറിയണമെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കണം. പടച്ചവനെ, ആ സഹോദരന്റെ കുടുംബത്തിൽ മരിച്ചവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഫാറൂഖ് തന്റെ അനുഭവം പറഞ്ഞു. തന്റെ പ്രിയപ്പെട്ട സഹോദരൻ നൗഷാദ് ഇന്നും എന്നോട് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണം. അടുത്ത 5 വർഷം നിങ്ങളൊക്കെ വോട്ട് കൊടുത്തു വിജയിപ്പിച്ചു.
ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദേ എനിക്ക് സങ്കടമുണ്ട്, എനിക്ക് പേടിയുണ്ട്, ഒരു വലിയ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അടുത്ത 5 വർഷം അല്ലാഹുവേ അത് നല്ല രീതിയിൽ എനിക്ക് ആ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പടച്ചവനോട് കണക്ക് പറയേണ്ടി വരുമല്ലോ. അല്ലാഹുവേ നീ ഖൈർ നൽകണേ തമ്പുരാന്, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാന്. ഒരു യതീമിന്റെ കഥ കേട്ടപ്പോ എനിക്ക് സങ്കടം വന്നടോ. അതുകൊണ്ട് ഞാൻ പറയുകയാ, സഹോദരന്റെ മധു പറഞ്ഞതല്ല, പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ കൊണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇന്ന് തീരുകയാണ് 2025, ഇന്ന് അവസാനിക്കുമ്പോ ഒരു നന്മ ചെയ്തിട്ട് വേണം നീ തുടങ്ങാൻ. 2026 തുടങ്ങുമ്പോ നീ ആദ്യമായിട്ട് ചെയ്തതൊരു നന്മയാകണം പെങ്ങള്, ഒരു നന്മയാകണം ഉപ്പാ. ഒരേ ഒരു പ്രതിഫലം നിനക്ക് പറഞ്ഞു തരാം. നിന്റെ പേര് വിളിച്ചു പറയൂല, നിന്റെ ഫ്ലെക്സി യതീംഖാനയുടെ മുമ്പിൽ വെക്കൂല, വാട്സപ്പിനകത്ത് നിന്റെ ഫോട്ടോയും നിന്റെ പേരും കുടുംബ പേരും എഴുതി പറയൂല. ആകെ നിനക്ക് റബ്ബ് തരുന്ന ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ. മരിക്കുന്ന സമയത്ത് നിനക്ക് റബ്ബ് കാണിച്ചു തരും. ഈ യതീമായ 150 മക്കളിൽ ഒരാളെങ്കിലും ഉസ്താദേ, ഒരു കൊല്ലമെങ്കിൽ ഒരു കൊല്ലം, 6 മാസമെങ്കിൽ 6 മാസം, 3 മാസമെങ്കിൽ 3 മാസം, ഒരാൾ പോലും ഏറ്റെടുക്കാതെ പിരിയരുത്. ഒരു മാസം 3000 രൂപയേ ഉള്ളൂ. പടച്ചവരെ, ഒരു മാസത്തെ ഭക്ഷണത്തിന്റെ പൈസയെങ്കിലും നിങ്ങൾ ഏറ്റെടുത്താൽ ഈ 150 മക്കള് ഹാപ്പിയാ. അവർക്ക് സങ്കടമില്ലടോ. അവരെ വീട്ടിൽ നിർത്തിയാണ് പഠിപ്പിക്കുന്നത്, അവരിവിടെ കൊണ്ടുവന്ന് അടച്ചിടലല്ല. ആ മക്കള് സ്വന്തം വീടിന്റെ അകത്ത് കഴിയട്ടെ, വേണ്ടത് ഞങ്ങൾ കൊടുക്കാം. അങ്ങനെയാണ് അവരെ പരിഗണിക്കേണ്ടത്. റബ്ബേ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയാൻ, വല്ലാഹി ഞാൻ ആരെയും തീർത്ത് വെച്ചിട്ടില്ല, ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. സഹോദരങ്ങളെ, അല്ല മനസ്സ് കൊടുത്തവർക്കേ കൊടുക്കാൻ പറ്റൂ. ദുനിയാവിൽ അല്ലാഹു തരുന്ന പ്രതിഫലം മരിക്കുന്ന സമയത്ത് മലക്കുകൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തരും. കൊടുത്താ കിട്ടുന്ന പ്രതിഫലം ഇതാണ്. വഅബ്ശിറൂ ബിൽ ജന്നാ. കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ സ്വർഗ്ഗം കാണിച്ചു തരും. ഇത് കണ്ടിട്ട് മരിക്ക്, ഇത് കണ്ടിട്ട് മരിക്ക്. ഇതാണ് റബ്ബ് നിനക്കൊരുക്കി വെച്ചിരിക്കുന്ന പ്രതിഫലം. ഒരു യതീമായ പൊന്നുമോളെ നീ ഏറ്റെടുത്തില്ലേ? ഒരു യതീമായ കുഞ്ഞിനോട് നീ കരുണ കാണിച്ചില്ലേ? അതിന് അല്ലാഹു തരുന്ന പ്രതിഫലം സ്വർഗ്ഗമാ. ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നാ. അല്ലാഹു സ്വർഗ്ഗം തരും പെങ്ങളെ. അതുകൊണ്ട് ഉപ്പമാരോട് പറയുകയാ, ഇല്ലെന്ന് പറയല്ലേ. പത്തനാപുരത്ത് കിടക്കുന്ന ഞാൻ ചേറൂർ യതീംഖാനയുടെ മുമ്പിൽ വന്നിട്ട് യതീമായ മക്കൾക്ക് വേണ്ടി ചോദിക്കുകയാണ്. അല്ലാഹു തരുന്ന പ്രതിഫലം മരിക്കുന്ന സമയത്ത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും, നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം കണ്ടട്ടെ മരിക്കൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? മുത്തുനബി മറക്കൂല, അല്ലാഹുവിന്റെ റസൂല് കൈവിടൂല. നബി തങ്ങൾ പറയുകയാ, അന വകാഫിൽ യതീമി ഫീ ജന്നതി ഹകദാ. മുത്തുനബിയുടെ കൂട്ടുകാരാണ്, നബി തങ്ങളുടെ സ്വർഗത്തിലെ കൂട്ടുകാരാണ്. ഈ പാപപ്പെട്ട യതീമായ ഒരു കുഞ്ഞിന് ഒരു ദിവസത്തെ ഒരു മാസത്തെ ഭക്ഷണം കൊടുത്താൽ, ആ കുഞ്ഞിനെ നീ ഏറ്റെടുത്താൽ, നബി തങ്ങൾ പറയുകയാ, സ്വർഗത്തിൽ നീ എന്റെ കൂടെയാണ്. വിരലുകൾ ചേർത്ത് വെച്ചിട്ടാണ് മുത്തുനബി പറയുന്നത്, നാളെ സ്വർഗത്തിൽ നീ എന്റെ കൂടെയാണ്. ഈ പ്രതിഫലമാണ് അല്ലാഹു നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് പടച്ചവരെ, ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയാൻ ആളെ നിർത്തിയിട്ടില്ല. ഇതേ ഉള്ളൂ, ഇതേ ജീവിതത്തിലുള്ളൂ, നിന്റെതെന്ന് പറയാൻ ഇതേ ഉള്ളൂ. അല്ലാഹുവേ, മനസ്സു നൽകണേ അല്ലാ, മനസ്സു നൽകണേ അല്ലാ.
ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. അള്ളാഹുവാണ് മനസ്സ് കൊടുക്കുന്നത്.